നമുക്ക് അല്പസമയം ദൈവവചനത്തിലേക്ക് നമ്മുടെ ചിന്തകളെ കൊണ്ടുപോകാം. അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. കുഞ്ഞുങ്ങളൊക്കെ വളരെ സന്തോഷമായിരിക്കുന്നല്ലോ. ഓൾസോ വെരി ഹാപ്പി, വെരി ഗുഡ്. ഹല്ലേലൂയ. സോ ഗുഡ് ടു സീ യു ഓൾ. ഒക്കെ കുഞ്ഞുങ്ങളെ കാണുന്നത് വളരെ ഐ എം സോ എക്സൈറ്റഡ്. അതുകൊണ്ട് വളരെ സന്തോഷമാണ്. അതുകൊണ്ട് സോ ഇഫ് യുവർ ബൈബിൾ യു ഹാവ് ബൈബിൾ, ടേൺ വിത്ത് മീ ടു ആക്ട്സ് ചാപ്റ്റർ 9. ഓക്കെ, ആക്ട്സ് ചാപ്റ്റർ 9 verse 31. So we are going to read it in we are going to read in Malayalam, then one of you are going to read in English. Okay. Okay. അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായത്തിന്റെ 31-ാമത് വാക്യം എന്ന് വായിച്ചാൽ. അങ്ങനെ യഹൂദ്യ, ഗലീല, ശമര്യ എന്നീ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനമുണ്ടായി. അത് ആത്മിക വർദ്ധനവ് പ്രാപിച്ചു. കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിന്റെ പ്രബോധനത്തിലും നടന്നു വരികയും. Praise God. One of you can read in English. Who is going to read? Read loudly. And they were multiplied. അവർ എണ്ണത്തിൽ പെരുകിയിരുന്നു. ആരോഗ്യമുള്ള ഒരു സഭയുടെ ചിത്രമാണ് നാം ഇവിടെ വായിച്ചത്. സ്പിരിച്വലി ഹെൽത്തി ചർച്ച്, it's demonstrating certain spiritual qualities. ആ ഒരു ക്വാളിറ്റിയാണ് അത്. From the younger one to the older one, each and everyone able to demonstrate, exhibit the divine exemplary qualities. അങ്ങനെ ഒരു നല്ല ഒരു ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു ചർച്ചാണ്. എന്നാൽ അതിനെനിക്ക് ഫോക്കസ് ചെയ്യാൻ സമയമില്ല. അവിടെ നാം വായിച്ചത് യഹൂദയിലും ശമരിയയിലും ഒക്കെ ഉള്ള എല്ലാ സഭകൾക്കും വളരെ സമാധാനം ഉണ്ടായി. ചർച്ച് ദാറ്റ് റണ്ണിങ് ഇൻ എ പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ. സഭയുടെ സമാധാനം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിനെക്കുറിച്ച് നമ്മൾ ഒരുമിച്ച് ധ്യാനിച്ചതാണ്. ആ സഭ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ആത്മീക വർധന പ്രാപിച്ചു. ദേ ആർ സ്പിരിച്വലി എഡിഫൈഡ് ഓർ ബിൽറ്റ് അപ്പ്. ആത്മീയ വർധന പ്രാപിച്ചു. വിശദീകരിക്കുന്നില്ല. പിന്നെ ദൈവത്തോടുള്ള ഭക്തി അവർക്കുണ്ടായി. ദ മോർ ഹല്ലേലൂയ ഗോഡ്സ് ഫേവർ ഈസ് അപ്പോൺ us, we need to grow in the fear of God. ദൈവത്തിന്റെ കൃപയെ ആസ്വദിക്കുന്തോറും ദൈവത്തോടുള്ള ഭയ ബഹുമാനങ്ങൾ നമുക്ക് വർദ്ധിക്കണം. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. നന്മകളൊന്നും ദൈവത്തിൽ നമ്മളെ അകറ്റരുത്. മൂന്നാമത് നാം വായിച്ചത് they began to walk in the comfort of the consolation of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ പ്രബോധനത്തിൽ ആശ്വാസത്തിൽ അവർ നടക്കാൻ തുടങ്ങി. When you are ready to practice these things, so naturally and automatically the church will begin to grow. അങ്ങനെ സഭ എണ്ണത്തിൽ പെരുകാൻ തുടങ്ങി. അല്ലേ, വേറെ ഒന്നും ചെയ്യേണ്ട. ദൈവത്തെ ഭയപ്പെടുക, പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾക്കുക, ദൈവകൃപയെ ആസ്വദിക്കുക, സഭ എണ്ണത്തിൽ പെരുകും. ഹല്ലേലൂയ. സിമ്പിൾ പ്രിൻസിപ്പിൾ. അത് നമ്മൾ അഡോപ്റ്റ് ചെയ്യണം. എന്നാൽ അവിടെ നിന്നുകൊണ്ട് ഈ ആക്ട്സ് ചാപ്റ്റർ 9 നിന്ന് ഇങ്ങനെ സമാധാന സമ്പൂർണമായ ആത്മീക വർധനമുള്ള ദൈവഭയമുള്ള പരിശുദ്ധാത്മാവിന്റെ നിയോഗങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു സഭയുടെ ഭാവി എന്താണെന്നുള്ളത് നമ്മൾ നോക്കാൻ പോവുകയാണ്. അല്ലെങ്കിൽ ഈ ചർച്ചിനകത്ത് if there is a certain group of people is there in the church will naturally multiply. ഒരു കൂട്ടം ആൾക്കാർ സഭയ്ക്ക് മുൻതൂക്കം കൊടുക്കുവാൻ, കൈത്താങ്ങൽ കൊടുക്കുവാൻ ഉണ്ടെങ്കിൽ സഭ ദേശത്ത് വളരും. പ്രൈസ് ഗോഡ്. ഞാൻ 6 ഗ്രൂപ്പ് ആൾക്കാരെ കുറിച്ചാ ഇന്ന് പകൽക്കാലം പറയാം. ആക്ട്സ് ചാപ്റ്റർ 9 നിന്ന് 6 type of people, those who are giving a shoulder to shoulder, hallelujah, hand in hand help to the church, that church be able to be established wherever the church is going on. എവിടെ സഭ ആയിരിക്കുന്നോ ആ ദേശത്ത്. ഇനി ഇവിടാണ് ചർച്ച് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ മൂവിംഗ് ഓർഗാനിസം ആണ്. ചലിക്കുന്ന ഒരു സഞ്ചരിക്കുന്ന ഒരു കൂട്ടമാണ് സഭ. സഭയെന്ന് പറയുന്നത് കെട്ടിടമല്ല. സഭയെന്ന് പറയുന്നത് ഒരു ഈ ഗൾഫിലെ കോൺസെപ്റ്റ് ഒക്കെ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്. ഇപ്പൊ ഇവിടെയാണ് സഭയെങ്കിൽ ഇച്ചിരി കഴിയുമ്പോൾ അപ്പുറത്തായിരിക്കും വേറെ ആൾക്കാരെ വരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ പെർമനന്റ് കുറ്റി പോലാണ്. ഇത് ഞങ്ങളുടെ സഭയാണ്. ഇതിന്റെ കല്ലും ഒക്കെ ഇട്ട് ഭയങ്കരമാണ്. ഞാൻ ഒരിക്കൽ ഒരു സഭയെ പ്രസംഗിക്കാൻ വേണ്ടി 10-20 വർഷം മുമ്പ് കടന്നുപോയി. അങ്ങനെ കടന്നുപോയി പ്രസംഗമൊക്കെ മൂത്തിരിക്കുകയാണ്. ഭയങ്കര ചൂടുള്ള സമയമാണ്. സ്ഥലം പറയുന്നില്ല. ചിലപ്പോൾ നിങ്ങളുടെ നാട്ടോ നിങ്ങളുടെ സഭയോ ആണെങ്കിൽ പിന്നെ അതാകെ കുടുംബ പ്രശ്നം ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ സ്ഥലമൊന്നും പറയുന്നില്ല. നമ്മൾ ലോകം മുഴുവൻ പോകുന്നതല്ലേ. അങ്ങനെ നല്ല ചൂടൊക്കെയാണ്. സഭ ഇങ്ങനെ പോയിക്കൊണ്ട് ഇങ്ങനെ ചൂടായിട്ട് ഇരിക്കുന്നുണ്ട്. പെട്ടെന്ന് കറണ്ട് പോയപ്പോഴാണ് എന്റെ തലയ്ക്ക് മുകളിൽ ഒരു ഫാൻ ഉണ്ടായിരുന്നു. ആ ഫാനെ എഴുതിയിരിക്കുന്നു മത്തായിച്ചൻ വക. അപ്പം മനസ്സിലായി. അപ്പം ഇങ്ങനെയാണ് നമുക്ക് ഈ സഭയ്ക്കകത്തൊക്കെ ഒത്തിരി അവകാശങ്ങളൊക്കെ ഉണ്ടല്ലേ. ഈ പുള്ളിയാണ് സഭ മൊത്തം കറക്കുന്നത്. അപ്പൊ ഇങ്ങനെ മത്തായിച്ചൻ വക എന്ന് പറഞ്ഞൊരു ഫാനൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവകാശം, ഈ കല്ല്, പുൽപ്പിറ്റ് എന്റെ വക, കസേര ഉണ്ട്, ഞാൻ 10 കസേര സഭയ്ക്ക് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് അവകാശവാദങ്ങളൊക്കെ ഉന്നയിക്കും. ഇവിടെ പിന്നെ നമുക്ക് ഒരു അവകാശവും ഇല്ല. നമ്മൾ ബൈബിളിൽ പറഞ്ഞ എനിക്ക് ഇവിടെ ഒരു ഓഹരിയില്ല, അവകാശമില്ല. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അപ്പൊ 6 വിധമായിട്ടുള്ള ആൾക്കാർ സഭയ്ക്കകത്ത് വേണം. Each and everyone need to identify what kind of ministry you have. നിങ്ങൾക്കുള്ള ശുശ്രൂഷ എന്താണെന്ന് ഇന്ന് രാവിലെ നിങ്ങൾ തിരിച്ചറിയണം. കുഞ്ഞുങ്ങൾ തൊട്ട്. ഓക്കെ, എല്ലാവരും ഹാപ്പി അല്ലേ? ഓക്കെ, എന്റെ മുഖത്തോട്ട് നോക്കിയിരിക്കണം കേട്ടോ. കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം കണ്ണടച്ചാൽ മതി. അല്ലെങ്കിൽ യു ക്യാൻ ഫിക്സ് യുവർ ഐസ് ഓൺ മീ. ഓക്കെ, എല്ലാവരും ഞാൻ നോക്കിയിരിക്കണം. ഇൻ ബിറ്റ്വീൻ ഐ വിൽ സ്പീക്ക് ടു യു ഓൾസോ. ഓക്കെ, ദൈവം നമ്മളെ സഹായിക്കട്ടെ. കുഞ്ഞുങ്ങൾ അവർ ഡിസ്ട്രാക്ട് ആവുന്ന അവരുടെ ഒരു കുഴപ്പം പറഞ്ഞ കണക്ക് അത് അവരുടെ നേച്ചറാണ്. നമ്മളൊക്കെ മരത്തെ കയറി നടന്നൊരു കാലഘട്ടം ഉണ്ട്. അവരിങ്ങനെ അടങ്ങിയിരിക്കുന്നുണ്ടല്ലോ അല്ലേ. ഇങ്ങനെയൊക്കെ ഇത്രയും കാലൊക്കെ എങ്ങനെ ഇരിക്കുന്നു പറയുന്നത് ക്രോസ്ഡ് ലെഗ് എന്താ പറയുന്നത്. നാട്ടിലൊരു ഭാഷ ഉണ്ടല്ലോ. മറന്നുപോയോ?
ചമ്മണം പൊട്ട് പോകുമ്പോൾ ഇത് അഴിച്ചുകൊണ്ട് പോകണം കേട്ടോ കാല്. ഓക്കെ, അപ്പൊ അങ്ങനെ ഇവരൊക്കെ ഇങ്ങനെ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആരാ നമുക്ക് നോക്കാം? ദൈവസഭയ്ക്കകത്ത് വേണ്ട, റിലാക്സ്ഡ് ആയിട്ട് ഇരുന്നാട്ട്. ഒന്നാമത്തെ ഗ്രൂപ്പ് ആക്ട്സ് ചാപ്റ്റർ 9 വേഴ്സ് 10 to 12 ആണ്. 10 തൊട്ട് 12 വരെയുള്ള വാക്യങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ദർശനമുള്ള ദൈവശബ്ദം കേൾക്കുന്ന അനന്യാസുമാർ ദൈവസഭയ്ക്കകത്ത് വേണം. ഹല്ലേലൂയ. നമുക്കറിയാവുന്ന ചരിത്രമാണല്ലോ. അനന്യാസിനെ കുറിച്ച് ഇവിടെ പറയുകയാണ്. സാധാരണ മനുഷ്യന്റെ പേരും അഡ്രസ്സും ഒന്നുമില്ല. ദമസ്കോസ് പട്ടണത്തിലെ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിന്റെ, ഒരു സെൽ ഗ്രൂപ്പിന്റെ ലീഡർ ആയിരിക്കാം. അങ്ങനെ ദമസ്കോസിൽ സുവിശേഷത്തിന്റെ വ്യാപ്തി യെരുശലേമിൽ എത്തിയപ്പോൾ യെരുശലേമിലെ ഹല്ലേലൂയ പ്രമുഖന്മാർ, പരീശന്മാർ, ശാസ്ത്രിമാർ അടങ്ങുന്ന സന്നഗദരി സംഘത്തിന്റെ ആശീർവാദത്തോടുകൂടി ശൗൽ എന്ന ക്രൂരനായ മതഭ്രാന്തനായ മനുഷ്യനെ ദമസ്കോസിലേക്ക് അയക്കുന്ന ചിത്രമാണ് അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായം. സ്തെഫാനോസിന്റെ മരണത്തിന് അനന്തരം ബാക്കി എല്ലാവരും എല്ലായിടത്തും ചിതറിപ്പോയി. കുറെ പട്ടണങ്ങളിൽ പോയി. ഫിലിപ്പോസ് ശമരിയെ പോകുന്നു, മറ്റുള്ളവർ അവിടെ ഇവിടെ പോകുന്നു, സുവിശേഷം അറിയിക്കുന്നു. ദമസ്കോസിൽ എത്തിയവർ സുവിശേഷത്തിന്റെ വ്യാപ്തി കൊണ്ട് അധ്വാനിക്കുന്നു. അതിന് നേതൃത്വം കൊടുക്കുന്നവനാണ് അനന്യാസ്. അങ്ങനെയുള്ള ദമസ്കോസിലെ സ്ത്രീകളെയും പുരുഷന്മാരെയും ഈ മാർഗ്ഗക്കാരായ സുവിശേഷത്തിന് വേണ്ടി നിൽക്കുന്നവരെ പിടിച്ചുകെട്ടി യെരുശലേമിൽ കൊണ്ടുവരുവാൻ അധികാരപത്രം കൊണ്ട് ഇറങ്ങി വന്ന ശൗലിനെ പിടിക്കുന്ന ചരിത്രമാണ് അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായം. അപ്പോസ്തലപ്രവൃത്തി എന്ന് പറയുന്നത് തന്നെ അതിന്റെ ഗ്രീക്ക് പദം പ്രാക്സൈസ് എന്നൊരു പദമാണ്. എന്ന് പറഞ്ഞാൽ മഹാന്മാരുടെ പ്രവൃത്തികൾ എന്നൊരു ചിത്രമാണ്. ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ്, ആക്ട്സ് ഓഫ് ദി ഹോളി സ്പിരിറ്റ് എന്നൊക്കെ വിളിക്കുന്ന അപ്പോസ്തലപ്രവൃത്തിയുടെ പ്രധാന ചിന്ത തന്നെ മഹാന്മാരുടെ പ്രവൃത്തികൾ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ചോദിക്കും, പാസ്റ്റർ ഈ അപ്പോസ്തലപ്രവൃത്തിയിൽ ഏത് മഹാന്മാരാ? അപ്പോസ്തലപ്രവൃത്തി 1 തൊട്ട് 12 വരെ ഒരു മഹാന്റെയും 13 തൊട്ട് 28 വരെ വേറൊരു മഹാന്റെയും ചരിത്രത്തെ ചുറ്റിപ്പറ്റിയാണ് അപ്പോസ്തലപ്രവൃത്തി പോകുന്നത്. ഒന്നാമത്തെ വിഭാഗത്തിൽപ്പെട്ടത് പത്രോസാണ്. യാതൊരു പഠിപ്പില്ലാത്ത, വിദ്യാഭ്യാസമില്ലാത്ത, സാമാന്യനായ, മുക്കുവനായ, വല പിടിച്ച് തഴമ്പിച്ച് കൈയുള്ള ഒരു മനുഷ്യനെ സ്വർഗം തിരഞ്ഞെടുത്തിട്ട് അവൻ അസാധാരണ ബുദ്ധിയും ജ്ഞാനവും കൃപയും കൊടുത്ത് ദൈവസഭയുടെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്ന ചരിത്രമാണ് അപ്പോസ്തലപ്രവൃത്തി 1 മുതൽ 12 വരെ. 13 മുതലുള്ള ചരിത്രത്തിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ, ശൗൽ എന്ന അസാധാരണ ബുദ്ധി ഉണ്ടായിരുന്ന, കഴിവുണ്ടായിരുന്ന, ജ്ഞാനമുണ്ടായിരുന്ന ഒരു മനുഷ്യന്റെ ബുദ്ധിയെ അഫലമാക്കിയിട്ട് സ്വർഗീയ മർമ്മങ്ങളുടെ കലവറ കുത്തി നിറച്ചിട്ട് ദൈവസഭയുടെ വ്യാപനത്തിന് ദൈവം ഉപയോഗിച്ച ചരിത്രമാണ് ആക്ട്സ് ചാപ്റ്ററിന്റെ 2-ാം ഭാഗം എന്ന് പറയുന്നത്. നമ്മൾ ആ ഭാഗത്ത് പഠനമല്ലല്ലോ. അപ്പൊ ഇവിടെ ഒന്നാമത്തെ ഗ്രൂപ്പ് സഭയിൽ വേണ്ടത് പ്രാർത്ഥിക്കുന്ന ദർശനമുള്ള ദൈവശബ്ദം കേൾക്കുന്ന അനന്യാസുമാർ ദൈവസഭയ്ക്കകത്ത് വേണം. സ്തോത്രം. ഒരു കാര്യം കൂടെ ഉറപ്പിച്ചു പറയുന്നു. ഹല്ലേലൂയ, ക്രുദ്ധനായി ആക്രോശിച്ചുകൊണ്ട് ഹല്ലേലൂയ അവിടെ വന്ന അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായത്തിലൊക്കെ വായിക്കുന്ന ശൗൽ കുല നിശ്വസിച്ചുകൊണ്ടെന്നാണ്. ഇൻ എവരി ബ്രീത്ത് ഹി വാസ് ബ്രീതിങ് ഹൗ ക്യാൻ ഐ ഡിസ്ട്രോയ് ദ പീപ്പിൾ. എങ്ങനെ ആൾക്കാരെ നശിപ്പിക്കാൻ, കൊല്ലാമെന്നാണ് ഓരോ ശ്വാസോച്ഛ്വാസത്തിലും പൗലോസ് ചെയ്തുകൊണ്ടിരുന്നത്, ശൗൽ ചെയ്തുകൊണ്ടിരുന്നത്. ആ ശൗൽ ദമസ്കോസ്, വെൽക്കം ടു ദമസ്കസ് എന്ന സൈൻ ബോർഡിന്റെ അടുക്ക വന്നപ്പോൾ നട്ടുച്ചയ്ക്ക് സ്വർഗീയ ദർശനത്തിന് പ്രകാശനത്തിൽ മുമ്പിൽ നിലത്ത് വീണു. കാരണം എന്താ? പ്രാർത്ഥിക്കുന്ന ഒരു ദൈവസഭ പട്ടണത്തിലുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്ന ഒരു ദൈവദാസൻ, ദൈവദാസി സഭയ്ക്കകത്തുണ്ടെങ്കിൽ ഹല്ലേലൂയ, ഇതിന്റെ അതിര് മുറിച്ചു കടക്കുവാൻ ഒരുത്തരെ ദൈവം സമ്മതിക്കത്തില്ല. ഇന്ന് പകൽക്കാലം വിശ്വസിക്കണം, പ്രാർത്ഥിക്കുന്ന ദർശനമുള്ള യഹോവ പേര് ചൊല്ലി വിളിക്കുമ്പോൾ അടിയൻ ഇതാ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ, ദൈവദാസി കുടുംബത്തിനകത്ത്, സഭയ്ക്കകത്തുണ്ടെങ്കിൽ നിന്റെ അതിരിനകത്ത് ക്രുദ്ധിച്ചുകൊണ്ട് കാലുകുത്തുന്നവൻ ആലയത്തിലെ അംഗമായി മാറുമെന്ന് ഞാൻ ആത്മാവിൽ ദൂത് പറയുന്നു. എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ പറ്റും? 50 വർഷക്കാലം ദൈവം നടത്തിയെങ്കിൽ വിരലിലെണ്ണാവുന്നവരുമായി തുടങ്ങി ഇതുവരെ കൊണ്ടെത്തിച്ചെങ്കിൽ ഇനിയും കർത്താവിന്റെ ഓരോ താമസമാണെങ്കിൽ ഇരിക്കുവാൻ സ്ഥലമില്ലാത്തവണ്ണം പലരും മാറി മാറി സർവീസുകൾ നടത്തത്തക്കവണ്ണം സഭയുടെ അതിരുകളെ ദൈവം വളർത്തുവാൻ വിശ്വസ്തനാണ്. പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം സഭയ്ക്കകത്തുണ്ടെങ്കിൽ, ദൈവിക ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാത്ത, സ്വർഗീയ വിഷയത്തിന് 1-ാം സ്ഥാനം കൊടുക്കുന്ന, ദൈവശബ്ദത്തെ മുഴങ്ങും നടത്ത് നിൽക്കുന്ന അനന്യാസുമാർ ഈ സഭയ്ക്കകത്തുണ്ടെങ്കിൽ സഭയുടെ എണ്ണം പെരുകുമെന്ന് ഞാൻ ആത്മാവിൽ ദൂത് പറയുന്നു. വിശ്വസിക്കണം. അത് ദൈവദാസൻ ഓർപ്പിച്ചു. ചില ദിവസങ്ങളായി മുടങ്ങാമായി 21 ദിവസം, 8 ദിവസം, 7 ദിവസമൊക്കെ പ്രാർത്ഥനയോടെ ദൈവസഭയായിരുന്നു. ഒരു പ്രാർത്ഥനയും വൃഥാവിലാകില്ല. അനന്യാസെ, നീ വിചാരിച്ചില്ല ഇങ്ങനെ ഒരു ടേണിംഗ് പോയിന്റ് ഹല്ലേലൂയ യെരുശലേമിലെ സഭയ്ക്ക്, യഹൂദയിലെ സഭയ്ക്ക്, ശമരിയയിലെ സഭയ്ക്ക്, ഞങ്ങൾ ദമസ്കോസിന്റെ 4 അതിരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടുമെന്ന് വിചാരിച്ചിടത്ത ദേശമെങ്കാടും ദൈവസഭയ്ക്ക് സമാധാനത്തിന് ഈ പ്രാർത്ഥനാ കൂട്ടത്തെ ദൈവം കരങ്ങളിലെടുത്ത്. അതുവേ ഇന്ന് പകൽക്കാലം ഇവിടെ ഇരുന്നു കൊണ്ട് ചിലർ തീരുമാനിക്കൂ, ഹല്ലേലൂയ, എന്റെ ജോലി സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ കാര്യത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാൻ മറന്നുപോയാൽ വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ച ഒരു പാഠങ്ങൾ എന്റെ പേഴ്സണൽ കാര്യമാണ്. ഐ ഷെയർ മൈ ദാറ്റ് എക്സ്പീരിയൻസ്. എന്റെ കാര്യമാണ് പറയുന്നത്. എന്റെ വ്യക്തിപരമായ ഒരു ആവശ്യത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല, വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളറിയാതെ നിങ്ങളുടെ കാര്യങ്ങൾ ദൈവം നടത്തിത്തരും.
ഹന്ന എന്ന ഹൃദയം നുറങ്ങിയ സഹോദരി ആലയത്തിൽ വന്നത് പ്രാർത്ഥനാ വിഷയം, ഒറ്റ വിഷയമായിരുന്നു. എന്നെ നിന്ദിക്കുന്നു, ദുഷിക്കുന്നു, പരിഹസിക്കുന്നു, എനിക്കൊരു തലമുറയെ വേണം, ഒരു തലമുറ വേണം. പക്ഷെ പള്ളി വന്നപ്പോഴാണ് കാര്യം പറഞ്ഞത്, പള്ളി മുഴുവൻ കുത്തഴിഞ്ഞു കിടക്കുകയാണ്. പുരോഹിതനായ ഏലി അലലിയ കൃപ ചോർത്തി കളഞ്ഞിരിക്കുന്നു, കണ്ണു മങ്ങിയിരിക്കുന്നു, മക്കൾ വഴിപഴച്ച് നടക്കുന്നു. അപ്പൊ ഹന്നയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, എന്റെ വീട്ടിലൊരു മകനേക്കാൾ പള്ളിക്കൊരു പാസ്റ്റർ വേണമെന്ന്. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് അവൾ പ്രാർത്ഥിച്ചലിയ, എന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, അലലിയ, എന്റെ കുടുംബത്തിന്റെ വിഷയം അവിടെ നിൽക്കട്ടെ. കർത്താവേ, നീ എനിക്കൊരു തലമുറയെ തന്നാൽ, അലലിയ. ഇന്നലെ വരെ എന്റെ ആഗ്രഹം ഒരു മകനെ ലഭിച്ചായിരുന്നെങ്കിൽ വയസ്സാങ്കാലത്ത് കണ്ണടയ്ക്കുന്നതിന് മുമ്പ് 4 തുള്ളി വെള്ളം തരുവാൻ എന്റെ വീട്ടിലൊരു മകൻ കാണുമല്ലോ, ഞങ്ങളുടെ കുടുംബത്തിലൊരു ആൺതുണ കാണുമല്ലോ എന്നൊക്കെ അവൾ ഓർത്തത്. പക്ഷെ ആലയത്തിൽ വന്നപ്പോൾ അവൾ പ്രയറിന്റെ റിക്വസ്റ്റ് മാറി. അവൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവം എനിക്കൊരു മകനെ തന്നാൽ അവൻ ജീവപര്യന്തം ഈ ആലയത്തിൽ യഹോവയ്ക്ക് നിവേദിതനായിരിക്കും. അതേ പ്രാർത്ഥന വിഷയം മാറി. അവളുടെ വിഷയം മാറ്റിവെച്ചിട്ട് അവൾ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവൾ ആലയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആലയത്തിന്റെ വിശാലതയ്ക്ക് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അവളുടെ മറുപടിക്ക് ആലയത്തിനും നന്മയായി, കുടുംബത്തിനും നന്മയായി മാറിയെങ്കിൽ ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ ദൂത് പറയുന്നു, സഭയ്ക്ക് വേണ്ടി നീ കണ്ണുനീരൊഴിച്ചാൽ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കാൻ മറന്നുപോയാലും സ്വർഗത്തിന്റെ കരം അവിടെ വെളിപ്പെട്ടിരിക്കും. നിന്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ മറന്നുപോയാലും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. നീ അറിയാതെ നിന്റെ വിഷയത്തിന് സ്വർഗം ചൊരിയുന്ന ഉത്തരങ്ങൾക്കായി ഇന്ന് പകൽക്കാലം ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥിക്കുന്ന, കൃപ ജ്വലിപ്പിക്കുന്ന, ദർശനമുള്ള, അഭിഷേകമുള്ള ദൈവദാസന്മാർ, ദൈവദാസിമാർ സഭയ്ക്കകത്ത് എഴുന്നേൽക്കട്ടെ. രണ്ടാമത് സഭയ്ക്ക് വേണ്ട ഗ്രൂപ്പ്, ഞാൻ പറയില്ല, വിശദീകരണം നിങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങൾ പ്രബുദ്ധരായ ആത്മീയ അല്ലിയ ദൈവമക്കളാണല്ലോ, നിങ്ങൾ ഇതിനെ വ്യാഖ്യാനിച്ചാൽ മതി, നിങ്ങൾക്കത് വ്യാഖ്യാനിക്കാം. രണ്ടാമതൊരു ഗ്രൂപ്പ് സഭയ്ക്കകത്ത് വേണമല്ലിയ. അതിന്റെ 22ാമത് വാക്യം, ചാപ്റ്റർ 9 വേഴ്സ് 22. ആ, മേൽക്കുമേൽ ശക്തി പ്രാപിക്കുന്ന ആൾക്കാരായിരിക്കണം സഭയിലുള്ളവർ. എവറി ഡേ വി നീഡ് ടു ബിക്കം സ്ട്രോങ്ങർ ആൻഡ് സ്ട്രോങ്ങർ ആൻഡ് സ്ട്രോങ്ങർ ഇൻ സ്പിരിറ്റ്. ആത്മാവിൽ ശക്തി പ്രാപിക്കും. ഹല്ലേലൂയ. അവിടെ ഞാൻ ഒരു നിമിഷം ഒന്ന് ഫോക്കസ് ചെയ്തോട്ടെ. പരിശുദ്ധാത്മാവിന്റെ നിറവിലേക്ക്, നിയന്ത്രണത്തിലേക്ക് ദൈവസഭ വരേണ്ട കാലഘട്ടമാണ്. I didn't say that you are not doing that. അങ്ങനെ ചെയ്തില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ആത്മനിറവിലേക്ക് സഭ കടന്നു വരാം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. നൗ യു ലിസൺ, ഓക്കെ, യു ക്യാൻ പ്ലേ ആൻഡ് ഓൾസോ ലിസൺ. ഓപ്പൺ യുവർ ഇയേഴ്സ് ടു മീ. ഓക്കെ, നിങ്ങളിത് കളിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ചെവി മാത്രം കൊണ്ട് തന്നെ കുറച്ച് നേരം. Can you give your ear to me? എല്ലാവരും ചെവി മാത്രം. യു ക്യാൻ പ്ലേ, യു ക്യാൻ വാക്ക് അറൌണ്ട്, ബട്ട് ജസ്റ്റ് ഓപ്പൺ യുവർ ഇയേഴ്സ്. ഓക്കെ, ചെവി മാത്രം തുറന്നു വെച്ചാട്ടെ. God is looking for a group of young people in the church, those who are becoming stronger and stronger in spirit. ആത്മാവിൽ ബലപ്പെടണം. That's the greatest desire. Someone asks you, what is your desire? You may say, I want to become an engineer or a doctor or a chartered accountant, or what kind of profession you are looking for, or your parents are persuading and they are trying to make it to happen that. അതിനപ്പുറത്ത് നിങ്ങൾക്കൊരു ഡിസയർ ഉണ്ടാക്കണം. I want to be somebody in the morning, and when you are pray like the Lord, we want to be filled with the Holy Spirit. Do you have a desire like that? ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിൽ എന്ത് ചെയ്യണം? നിറയപ്പെടണം. പ്രൈസ് ഗോഡ്. എല്ലാ മാതാപിതാക്കളും കൊതിക്കണം, ഹല്ലേലൂയ, എന്റെ കുഞ്ഞ് ആത്മാവിൽ നിറയണം. 2025 അവസാനിക്കുന്നതിന് മുമ്പ് ഡു യു ഹാവ് ആൻ ഏണസ്റ്റ്, അങ്ങനെ ഒരു ആഗ്രഹം നിങ്ങൾക്കുണ്ടോ? ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ 5 year old, 1 year old, 2 year old, 20 year old, we want to see everyone be saturated with the power of the Holy Spirit. ഇവർ ആത്മാവിൽ നിറയപ്പെടണം. അങ്ങനെ ഒരു സ്വപ്നം കണ്ടു വേണം ദൈവസഭയ്ക്കൊക്കെ തിരിക്കാൻ വേണ്ടി. ഞാൻ വെറുതെ പറഞ്ഞല്ല. അപ്പോസ്തലപ്രവൃത്തി 21-ാം അധ്യായത്തിന്റെ 8-ാം വാക്യമായിരിക്കും. ആക്ട്സ് ചാപ്റ്റർ 21 വേഴ്സ് 8 അപ്പോസ്തലനായ പൗലോസ്, ലൂക്കോസ്, തിമോത്തിയോസ്, സിൽവാനോസ് എല്ലാം കൂടെ കൈസരിയിൽ വന്നിട്ട് അവർ ഫിലിപ്പോസ് എന്ന് പറയുന്ന സുവിശേഷൻ, നിങ്ങൾക്കറിയാം ഫിലിപ്പോസിനെ, ഫിലിപ്പോസ് എന്ന് പറയുന്ന സുവിശേഷന്റെ വീടൊന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോയി. അവിടെ ചെന്നപ്പോൾ വൈകുന്നേരം കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുകയാണ്. കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരുന്നപ്പോൾ ഒരു അസാധാരണ കാഴ്ച. ഒന്ന് വായിച്ചോട്ടെ ദേവാസനെ. ഞങ്ങൾ പിന്നെ കൈസരിയിൽ ഫിലിപ്പോസ് എന്ന സുവിശേഷകന്റെ വീട്ടിൽ ചെന്നു. അവന് കന്യകമാരും പ്രവചിക്കുന്നവരുമായ 4 പുത്രിമാരുണ്ടായിരുന്നു. ആരും ചോദിക്കട്ടെ, ഹല്ലേലൂയ. ഫിലിപ്പോസ് എന്ന സുവിശേഷകന്റെ വീട്ടിൽ ചെന്നപ്പോൾ പൗലോസ് കണ്ട അസാധാരണ കാഴ്ച, പെൺകുഞ്ഞുങ്ങൾ 4 പേരും പ്രവചിച്ചുകൊണ്ടിരിക്കുക. യങ് ജനറേഷൻ, കന്യകമാരെന്നുള്ള അർത്ഥത്തിൽ 12 വയസ്സ് മേളിലോട്ട് 20 വയസ്സുള്ള കുഞ്ഞുങ്ങളെയാണ് ആ കാലഘട്ടങ്ങളിൽ കന്യകമാരെന്നറിയപ്പെടുന്നത്. ആ 4 പേരും എന്ത് ചെയ്യുന്നവരായിരുന്നു? പ്രവചിക്കുന്നവരായിരുന്നു. ആരാ ഫിലിപ്പോസ്? നിങ്ങൾക്കറിയാം. അപ്പോസ്തലപ്രവൃത്തി 6-ാം അധ്യായത്തിൽ കാണുന്ന, അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട, ഈ മേശയിൽ ശുശ്രൂഷിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട സ്തേഫാനോസിനോടൊപ്പമുള്ള ഒരു സുവിശേഷകൻ. പിന്നീട് എത്യോപ്യ രാജ്ഞിയുടെ മന്ത്രിയായ ഷണ്ണനെ സ്നാനപ്പെടുത്തിയ അതേ ഫിലിപ്പോസ്, ആത്മാവിൽ ഓടി ആത്മാവിൽ എടുക്കപ്പെട്ട അതേ ഫിലിപ്പോസ്. പക്ഷെ ഫിലിപ്പോസിന്റെ വീട്ടിൽ ചെന്നപ്പോൾ കാണുന്നു കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നു? അങ്ങനെ സ്വപ്നം നിങ്ങൾക്കുണ്ടോ? ഹല്ലേലൂയ. 24 മണിക്കൂർ മുമ്പ് ടേബിളിന്റെ മുമ്പിൽ കവന്ന് കിടന്നുകൊണ്ട് പുസ്തകപ്പുഴുവായി വാങ്ങുന്ന കുഞ്ഞുങ്ങളെയല്ല സ്വപ്നം കാണേണ്ടത്. പരിശുദ്ധാത്മാവിൽ നിറയുന്ന, അന്യഭാഷ പറയുന്ന, പ്രവചിക്കുന്ന കുഞ്ഞുങ്ങൾ ദൈവസഭയ്ക്കകത്തുണ്ടാകണം. നിങ്ങൾ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചാൽ നിങ്ങളുടെ തലമുറകൾ ആത്മാവിൽ നിറയപ്പെടും.
അത് ഒന്നുകൂടെ എടുത്ത് പറയുന്നത് എനിക്ക് കിട്ടിയ വെളിപ്പാടിൽ ഞാൻ പറയാൻ പോകുകയാണ്. ഫിലിപ്പോസിനെ കുറിച്ച് ഒരു വാക്ക് പറയാൻ പോകുകയാണ്. ഫിലിപ്പോസ് 120 പേരുടെ സംഘത്തിലുണ്ടായിരുന്ന വ്യക്തിയാണ്. അല്ലെങ്കിൽ അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിൽ ആ പ്രാർത്ഥിച്ച സംഘം, 2-ാം അധ്യായത്തിൽ മാളികമുറിയിൽ തടിച്ചുകൂടിയ അല്ലെങ്കിൽ ആ 120 പേരിൽ ഒരുവനായിരുന്നു ഫിലിപ്പോസ്. അല്ലെങ്കിൽ എങ്ങനെയാണ് ഫിലിപ്പോസിന്റെ മക്കൾ ഇങ്ങനെ പ്രവചിക്കുന്നവരായി മാറിയതെന്ന ഒരു സിമ്പിൾ പ്രിൻസിപ്പിൾ പറയാൻ പോവുകയാണ്. അങ്ങനെ ഫിലിപ്പോസ് പരിശുദ്ധാത്മാവിൽ അങ്ങോട്ട് നിറഞ്ഞു. ഭയങ്കര സന്തോഷമായിരിക്കും. 120 പേരൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നിടത്ത് എല്ലാവരും ആത്മാവിൽ നിറഞ്ഞു. അന്യഭാഷകളിൽ സംസാരിച്ചു. വലിയ സന്തോഷം, വലിയ ബഹളം ഒക്കെ അവിടെ ഉണ്ടായി. ആത്മസാന്നിധ്യം വ്യാപരിച്ചു. പെട്ടെന്ന് പത്രോസ് എഴുന്നേറ്റ് പ്രസംഗിച്ചു. അപ്പോസ്തലപ്രവൃത്തി 2:17 മുതലുള്ള വാക്യങ്ങളിൽ പത്രോസ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രസംഗിക്കുകയാണ്. ആ പ്രസംഗത്തിന്റെ ചുരുക്കം ഇത്രയായിരുന്നു: അവിടെ തടിച്ചുകൂടിയിരുന്നവർ ഇവർ വീഞ്ഞു കുടിച്ചു മത്തരായിരിക്കുന്നുവെന്ന് ഇവരെ സംശയിക്കുമ്പോൾ പത്രോസ് അതിനെ റീസൺ ചെയ്ത് പറയുകയാണ്, അങ്ങനല്ല, നിങ്ങൾക്ക് തെറ്റിദ്ധരിക്കപ്പെട്ടു, ഇതൊരു പ്രവചന നിവൃത്തിയാണ്. 900 വർഷങ്ങൾക്കപ്പുറത്ത് യോവേൽ എന്നൊരു പ്രവാചകൻ പ്രവചിച്ച പ്രവചനത്തിന്റെ നിവൃത്തിയാണ് നിങ്ങൾ ഇന്ന് പകൽ ഇവിടെ കാണുന്നത്. അതെന്താണ് നിങ്ങൾക്കറിയാം? അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും. അടുത്ത വാക്യം നിൽക്കട്ടെ. പത്രോസ് ഇത് പറയുകയാണ്. യോവേൽ എന്ന പ്രവാചകൻ, ഇന്നത്തെ പോലെ വേദപുസ്തകം കയ്യിൽ സുലഭമായിട്ടില്ല, ചുരുകളിൽ മാത്രമേ ഉള്ളൂ, വായിച്ചറിയുന്ന അറിവുകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ പത്രോസ് ഈ ദൂതെടുത്ത് പ്രസംഗിക്കുകയാണ്. ഈ കാണുന്ന കാഴ്ച എന്താണെന്നറിയാമോ? തടിച്ചുകൂടിയ പുരുഷാരങ്ങളെ, കേൾക്കുന്നവർ ഓർത്തുകൊള്ളണം, അന്ന് പ്രവാചകനിൽ കൂടി ദൈവം വെളിപ്പെടുത്തി അന്ത്യകാലത്ത് അല്ലെങ്കിൽ അതിനുശേഷം സകല ജഡത്തിന്റെ മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും നിങ്ങളുടെ പുത്രിമാരും പ്രവചിക്കും. ഒരപ്പനായ ഫിലിപ്പോസ് തീരുമാനിച്ചു, ഇത് വചനത്തിന്റെ ദൂതാണെങ്കിൽ ഇന്ന് പകൽ ഞാൻ അങ്ങ് ഏറ്റെടുക്കാൻ പോകുക. ഇത് വചനത്തിന്റെ ദൂതാണെങ്കിൽ ഇന്ന് പകൽ ഞാൻ ഏറ്റെടുക്കാൻ പോകുക. എന്റെ വീട്ടിൽ പ്രവാചകൻ ഉണ്ടാകണം, എന്റെ വീട്ടിൽ പ്രവാചകന്മാരുണ്ടാകണം. ഒരുപക്ഷെ വിവാഹം കഴിച്ചവനായിരിക്കാം, വിവാഹം കഴിക്കാത്തവനായിരിക്കാം, പക്ഷെ പിന്നീടായിരിക്കാം വിവാഹം, എന്തോ എനിക്കറിയത്തില്ല. ഒരു ദൂത് ഞാൻ പറയുക, അന്ന് ഏറ്റെടുത്ത ആ ഹൃദയത്തിന്റെ വാഞ്ചയെ സ്വർഗം മാനിച്ചു. തന്റെ തലമുറകൾ പ്രവാചകിമാരായി മാറി. ഇന്ന് പകൽക്കാലം ഈ സന്ദേശം നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റുമോ? എന്റെ മക്കൾ പ്രവചിക്കണം, എന്റെ മക്കൾ ആത്മാവിൽ പാട്ടുപാടണം, എന്റെ മക്കൾ അന്യഭാഷയിൽ സംസാരിക്കണം, എന്റെ കുഞ്ഞുങ്ങളുടെ ആദരത്തിൽ സ്വർഗീയ മർമ്മങ്ങൾ വെളിപ്പെടണം. അത് സഭയുടെ സ്വപ്നമായി മാറട്ടെ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എന്റെ കുഞ്ഞുങ്ങൾ പ്രവചിക്കണം, എന്റെ കുഞ്ഞുങ്ങൾ ആത്മാവിൽ പാടണം, എന്റെ കുഞ്ഞുങ്ങൾ സ്തോത്രം ചെയ്യണം. We receive that gift. We receive that promise. ഞങ്ങൾ ആ വാഗ്ദത്തം സ്വീകരിക്കുന്നു, ഞങ്ങൾ ആ വാഗ്ദത്തം ഏറ്റെടുക്കുന്നു, ഞങ്ങൾ ആ വാഗ്ദത്തം ഏറ്റെടുക്കുന്നു. എന്റെ കണ്ണിന് മുമ്പിൽ എന്റെ തലമുറ പ്രവചിക്കും. I bless all this generation. ഈ കുഞ്ഞുങ്ങളെ യേശുവിന്റെ നാമത്തെ അനുഗ്രഹിക്കുന്നു. I bless each and every one, from the little one to the older one. Let them all be saturated with the power of the Holy Spirit, from the top of the head to the tip of the toe. ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ ഒരു ആത്മവ്യാപാരം ഈ കുഞ്ഞുങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ. ഇവരുടെ ആദരങ്ങളിൽ നിന്ന് ആത്മാവിന്റെ ഭാഷ പുറത്തു വരട്ടെ. ഇവരുടെ ഹൃദയത്തിന്റെ മാംസപ്പലകയിൽ ദൈവാത്മാവിന്റെ ചലനം ഉണ്ടാകട്ടെ. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. Hallelujah. പാട്ടുപാടാൻ കയറി വരുന്ന കുഞ്ഞുങ്ങളെ കുറിച്ച് ഒരു സ്വപ്നം എനിക്കുണ്ട്. ഹല്ലേലൂയ. നല്ല മ്യൂസിക് ആയിരുന്നു, നല്ല ട്യൂണായിരുന്നു, നല്ല കാര്യമല്ല. എന്റെ കുഞ്ഞുങ്ങളെല്ലാം ഇൻസ്ട്രുമെന്റ് വായിക്കുന്നവരായി. ലൈക്ക് ദാറ്റ്. ഹല്ലേലൂയ. ഐ പ്രൊമോട്ട് ദാറ്റ്. ഞാനൊരു പാട്ടുകാരനല്ലെങ്കിലും അത് പ്രൊമോട്ട് ഇറ്റ്. പക്ഷെ ഐ ഹാവ് എ ഡ്രീം അബൌട്ട് എവരി ചിൽഡ്രൻ ദാറ്റ് പ്ലേയിങ് ദ ഇൻസ്ട്രുമെന്റ്. എന്താണെന്നറിയാം? ഹല്ലേലൂയ. ഒന്ന് ദിനവൃത്താന്തം 25-1 വാക്യം വായിച്ചാട്ടെ. സബ്ജക്ട് അങ്ങോട്ട് പോയി, ഞാൻ തിരിച്ചു വരാം. 1 ദിനവൃത്താന്തം 25-1 വാക്യം. നിർത്തി ഈ ബൈബിൾ വായിക്കുമ്പോൾ നിർത്തി വായിച്ചാൽ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അങ്ങനെ തന്നെ. ദാവീദും സേനാപതിമാരും കിന്നരം, വീണ, യദൂദാന്റെയും. അവിടെ നോക്കുകയാ. ഹല്ലേലൂയ. സഭ കൂടി തീരുമാനിച്ചു നമുക്കിന്ന് പാട്ടുകാരെ സെലക്ട് ചെയ്യാൻ പോവുകയാണ്. എങ്ങനെയാണ്? ഹല്ലേലൂയ. നമ്മുടെ ഭാഷ പറയുന്ന മനസ്സിലായാമല്ലേ? കിന്നരം, വീണ, തപ്പ്, ഗിറ്റാർ, ഡ്രം സെറ്റ്, അല്ലെങ്കിൽ അക്കുസ്റ്റിക്കോ അല്ലെങ്കിൽ റിതമോ, വാട്ടർ ഇറ്റ് മേ ബി. പക്ഷെ കയ്യിലെടുക്കുന്ന എല്ലാവരും പ്രവചിക്കുന്നവരായിരിക്കണം. ആ സഭയിലെ ദാവീദിന്റെ സഭയിലെ പാട്ടുകാരെ നോക്കിയാട്ട് ഗിറ്റാർ വായിക്കുന്നവൻ നോട്ട് ഓൺലി പ്ലേയിങ് വിത്ത് 6 strings, he is able to prophesy. ഹല്ലേലൂയ. 6 കമ്പി പിടിക്കുന്നവനല്ല. ഹല്ലേലൂയ. ആത്മാവിൽ പ്രവചിക്കുന്നവരായിരിക്കണം. എന്താ ഈ പ്രവചനം എന്ന് പറഞ്ഞാൽ? വചനത്തിന് ദൈവദാസന്മാരൊക്കെ ചെയ്യുന്ന പോലെ തന്നെ. ഹല്ലേലൂയ. പാട്ടുപാടുന്നവനും കൊട്ടുന്നവനും, ഹല്ലേലൂയ, കൈയടിക്കുന്നവരും ഒക്കെ പ്രവചിക്കുന്ന തലമുറകളായിരിക്കണം. ഗായക സംഘം ആത്മനിറവിൽ ആരാധിക്കുന്നവരായിരിക്കണം. ദൈവസഭയ്ക്കകത്ത് പ്രവചന ദൂതുകൾ. ഒരു പ്രവാചകൻ പുറത്തുനിന്ന് നാട്ടിൽ നിന്ന് വന്നിട്ട് തലേ കൈവച്ചല്ല, നമ്മുടെ ഇടയിൽ നിന്ന്, ഈ തലമുറയിൽ നിന്ന്, ഈ കുഞ്ഞുങ്ങളുടെ നടുവിൽ നിന്ന്, ബൈ ഫെയ്ത്ത് വി ഡിക്ലെയർ വി വാണ്ട് ടു ജനറേഷൻ സ്റ്റാൻഡിംഗ് ആസ് പ്രോഫറ്റ് ആൻഡ് പ്രൊഫറ്റസ് ഇൻ ദ ചർച്ച്. ഈ സഭയ്ക്കകത്ത് പ്രവാചകന്മാർ, പ്രവാചകിമാർ ഉണ്ടാകട്ടെ.
ഹല്ലേലൂയ, സ്തോത്രം. അതായിരിക്കണം നമ്മുടെ സ്വപ്നം. അപ്പൊ മേൽക്കുമേൽ ശക്തി പ്രാപിക്കണം. പരിശുദ്ധാത്മാവിന് ഇന്നലത്തെ ശക്തി പോരാ, ഇന്നലത്തെ ആരോഗ്യം പോരാ, എന്നും ആർക്കും കെടുത്തിക്കളയുവാൻ കഴിയാത്ത ആത്മബലത്തിന്റെ ഉടമസ്ഥരായി മാറണം. ഹല്ലേലൂയ. ഇന്നലത്തെ കൃപ പോരാ, കൃപാവരം പോരാന്ന് പറയണം. 2 അന്യഭാഷ പറഞ്ഞതുകൊണ്ട് തൃപ്തരായിരിക്കരുത്. സഭയ്ക്കകത്ത് ആത്മനിറവ് പ്രകടമായി കാണണം. ഹല്ലേലൂയ. പ്രവാചകന്മാർ സഭയ്ക്കകത്തുണ്ടാകണം, പ്രവാചകന്മാർ ഉണ്ടാകണം. കാത്തിരുന്ന് പ്രാർത്ഥിക്കണം ഈ ദിവസങ്ങളിൽ. അതിനുവേണ്ടി ദൈവം എനിക്ക് വെളിപ്പാടുകൾ തരണം, ദർശനങ്ങൾ തരണം. തലമുറയെക്കുറിച്ച്, സഭയെക്കുറിച്ച്, ദേശത്തെക്കുറിച്ചുള്ള സ്വർഗീയ മർമ്മങ്ങൾ എനിക്ക് വെളിപ്പെടുത്തണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അത് ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കണം. ഇനി മൂന്നാമത്തെ ഗ്രൂപ്പ്, ഹല്ലേലൂയ, 9-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം, ചാപ്റ്റർ 9 വേഴ്സ് 27. അവനെ കൂട്ടി അപ്പോസ്തലന്മാരുടെ അടുക്കൽ കൊണ്ടുചെന്നു. മതി സ്തോത്രം. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസിന്റെ മാനസാന്തര അർത്ഥം 26-ാം വാക്യം വായിക്കുമ്പോൾ, ഈ എത്ര രക്ഷിക്കപ്പെട്ടാലും ഹല്ലേലൂയ കൊമ്പമീശ വെച്ച ആൾ ക്ലീൻ ഷേവ് ഒക്കെ ചെയ്താലും ഒക്കെ ആൾക്കാർ പറയും പുള്ളി പണ്ട് ഭയങ്കര ചട്ടമ്പിയായിരുന്നല്ലോ, എന്നാൽ ഇങ്ങോട്ടൊക്കെ വന്ന യഥാർത്ഥ മാനസാന്തരമാണോ? മാനസാന്തരം. അങ്ങനെ ഒരു സംശയം ഉണ്ടായി. കാരണം 26-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, പൗലോസ് അങ്ങോട്ട് സഭയിൽ കയറി ചെന്നപ്പോൾ ആൾക്കാർക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ. കാരണം ഈ പുള്ളിയാണല്ലോ അല്പം മുമ്പ് നമ്മളെല്ലാം പിടിച്ചു കെട്ടിക്കൊണ്ട് പോകാൻ വന്ന ക്രൂരനായ മനുഷ്യൻ. അങ്ങനെ അല്ലെങ്കിൽ അവർ അവനെ കണ്ട് പേടിച്ചെന്ന് എഴുതിയിരിക്കുന്നത്. അവർ അവനെ കണ്ട്, കാരണം വീട് തോറും നടന്ന് സ്ത്രീകളെയും കുട്ടികളെയും ഉപദ്രവിച്ച് ഈ മനുഷ്യൻ ഇപ്പം ഒരു ദിവസം രാവിലെ ബൈബിൾ എടുത്തുകൊണ്ട് പരസ്യത്തിൽ പ്രസംഗിച്ചു. ആൾക്കാർ പറഞ്ഞത് എന്താണ്, മാനസാന്തരമല്ലോ ആണോ, ഇതോ എന്തെങ്കിലും ഇതിനകത്ത് കയറിയിട്ട് നുഴഞ്ഞു കയറിയിട്ട് നമ്മളെ ഒറ്റിക്കൊടുക്കാനുള്ള പരിപാടിയല്ലോ ആണോ, രഹസ്യ പരിപാടികളെല്ലാം ആണോ എന്നൊക്കെ പേടിച്ചിരിക്കുമ്പോഴാണ് ബർന്നബാസ് ധൈര്യത്തോടെ ചെന്നിട്ട് കയ്യെ പിടിച്ചുകൊണ്ട് വന്നിട്ട് പൗലോസിനെ കൊണ്ടുവന്ന് എല്ലാവർക്കും പരിചയപ്പെടുത്തി. ഹല്ലേലൂയ. കൂട്ടായ്മയുടെ വലങ്കരം കൊടുക്കുന്ന ബർന്നബാസുമാർ ദൈവസഭയ്ക്കകത്ത് വേണം. പലർക്കും ആലയത്തിൽ വരാനൊക്കെ താല്പര്യമുണ്ട്. പക്ഷേ ഹല്ലേലൂയ, നിങ്ങൾ ചിലര് മുന്നിട്ടിറങ്ങണം. പ്രൈസ് ഗോഡ്. ബർന്നബാസുമാരെ ദൈവസഭയ്ക്ക് വേണം. ഈ ബർന്നബാസ് ആകണമെങ്കിൽ ബർന്നബാസിനൊരു ഗുണം വേണം. ഹല്ലേലൂയ. നമ്മുടെ അമ്മാച്ചനും നമ്മുടെ അനന്തരവനും മരുമക്കളും മക്കളും കൊച്ചുമക്കളും ഒക്കെ ദൈവസഭയ്ക്കകത്ത് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലവരായിരിക്കണം. പ്രൈസ്. അവർ നമ്മുടെ പ്രസംഗത്തിനല്ല മാർക്കിടും, നമ്മുടെ ജീവിതത്തിനാണ് മാർക്കിടും. അപ്പോസ്തലപ്രവൃത്തി 11-ാം അധ്യായത്തിന്റെ 23-24 വാക്യം നോക്കിയാട്ടെ. ജസ്റ്റ് അപ്പോസ്തലപ്രവൃത്തി 11-23-24. അന്ത്യോക്യയിലെ സഭയിൽ അല്ലെങ്കിൽ യെരുശലേമിൽ ചെന്നവർ ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. പെട്ടെന്ന് അവർ ബർന്നബാസിനെ അവിടെ നോട്ട് ചെയ്തു. അവൻ നല്ല മനുഷ്യൻ. ബർന്നബാസിനെ കുറിച്ച് പറയണം. അവൻ ആരായിരുന്നു? നല്ല പാസ്റ്റർ എന്നൊക്കെ പറയുള്ളൂ കേട്ടോ. ഹല്ലേലൂയ. നല്ല പ്രസംഗകരൊക്കെ നമുക്കുണ്ട്, നല്ല പ്രവാചകരുണ്ട്, നല്ല പാട്ടുകാരുണ്ട്, നല്ല ഭർത്താവുണ്ട്, നല്ല ഭാര്യയുണ്ട്, നല്ല മനുഷ്യരില്ല. ഇന്ന് രാവിലെ നല്ല മനുഷ്യരായിരിക്കണം. ഹല്ലേലൂയ. നല്ല മനുഷ്യർക്കായി മാത്രമേ ഹല്ലേലൂയ മറ്റുള്ളവരെ നേടാൻ കഴിയത്തുള്ളൂ. ഇന്നലെ ഞാൻ ജീവിതമാണ് ആരാധന എന്ന് പറഞ്ഞ പോലെ ജീവിതമായിരിക്കണം സാക്ഷ്യം. നിങ്ങളുടെ വെളിച്ചം ഹല്ലേലൂയ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിച്ചെങ്കിൽ മാത്രമേ അവർ ദൈവത്തെ മഹത്വപ്പെടുത്തത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാവിലെ ഹല്ലേലൂയ we need to have a trained and trained tongue so that we will be able to speak to the people. മറ്റുള്ളവരോട് സംസാരിക്കാൻ ശിഷ്യന്മാരുടെ നാക്ക് വേണം. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ നല്ല മനുഷ്യനും ആത്മാവും വിശ്വാസമുള്ളവനായിരുന്നു. അങ്ങനെയുള്ളവർക്ക് മാത്രമേ കൂട്ടായ്മയുടെ വലങ്കരം കൊടുക്കാൻ കഴിയത്തുള്ളൂ. നിങ്ങളുടെ ജോലിയിലൊക്കെ നിങ്ങളെ കാണുമ്പോൾ ആൾക്കാർ ചോദിക്കണം, നിങ്ങൾ ഏത് സഭയിലാ പോകുന്നത്? സ്തോത്രം. അങ്ങനെ ചോദിക്കണമെന്ന്. നാട്ടിലൊക്കെ പോയി ഇറങ്ങി നടക്കാൻ പറ്റാത്ത ഗതികേടിലായിരിക്കുകയാണ്. നാട്ടിലൊക്കെ പോയിട്ടല്ലേ, ഞാനാണെങ്കിൽ ഇങ്ങനെ ടൂർ പോലെ നാട്ടിൽ പോകുന്നത്. ചെല്ലോ പ്രസംഗിക്കാൻ അടുത്ത വണ്ടി കയറി വീട്ടിൽ പോകുക. അതുകൊണ്ട് തല്ലുകൊള്ളാതെ ലിജ് വരില്ല. നേരെ കൺവെൻഷൻ സ്റ്റേജിലോട്ട് കയറാൻ പ്രസംഗിക്കാൻ പോവുക. പക്ഷെ നാട്ടിലൊക്കെ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഗതികേടിലെത്തിയിരിക്കും. കുടുംബത്തിൽ പറഞ്ഞിട്ട് വേണം, കുഴപ്പമൊന്നുമില്ലല്ലോ. ആർക്കെങ്കിലും വിരോധമുണ്ടോ? ഞാൻ ഈ പറഞ്ഞോണ്ട് ഉണ്ടോ? എനിക്കുമില്ല. കാരണം നിങ്ങൾക്ക് വിരോധമുണ്ടോ? എനിക്കൊരു വിരോധമില്ല. ഞാൻ പറഞ്ഞതിന്റെ കാരണം അതുപോലുള്ള അധപ്പതിച്ചു പോയ ഒരു ആത്മീയ ലോകത്തിലാണ് ജീവിക്കുന്നത്. അവിടെ നമ്മൾ വ്യത്യസ്തരായിരിക്കണം. ഹല്ലേലൂയ. നല്ല പ്രസിഡന്റിനെ അല്ല, നല്ല പ്രസ്പിറ്ററെ അല്ല, നല്ല സെൻട്രൽ പാസ്റ്ററെ അല്ല നമ്മൾ നോക്കുന്നത്, നല്ല മനുഷ്യരെയാണ് നോക്കുന്നത്. ദൈവസഭയ്ക്ക് വേണ്ടത് ഹല്ലേലൂയ കൃപാവരം ചോർത്തിക്കളയാത്ത, ആദരശുദ്ധീകരണമുള്ള, ഹൃദയവിശുദ്ധിയുള്ള, ജീവിത പെരുമാറ്റമുള്ള, ജീവിത സാക്ഷ്യമുള്ള, സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കാൻ മാത്രമല്ല വീട്ടിൽ കയറ്റുവാനും സാക്ഷ്യമുള്ളവരെയാ ദൈവസഭയ്ക്ക് വേണ്ടത്. ഇന്ന് പകൽക്കാലം ആത്മാവിൽ പ്രാർത്ഥിക്കണം. നല്ല സാക്ഷ്യമുള്ളവർ, നല്ല ഹല്ലേലൂയ നല്ല ബഹുമാനമുള്ളവർ, നല്ലവണ്ണം സാക്ഷ്യമുള്ളവർ, കുടുംബത്തിനകത്തും പുറത്തും സമൂഹത്തിലും ജോലിയിലുമൊക്കെ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ കൈ പിടിച്ചുകൊണ്ട് ആലയത്തിൽ വരാൻ ആളിന്റെ എണ്ണം കാണുന്നു. ഹല്ലേലൂയ. നീ ആരാധിക്കുന്നിടത്ത് ഞാനും ആരാധിക്കുമെന്ന് പറയാൻ, നിന്റെ ദൈവം ആരാണെന്ന് ചോദിക്കുവാൻ നമ്മുടെ അടുക്കൽ നമ്മുടെ മുഖത്തെ ആ സന്തോഷവും നമ്മുടെ ആ പ്രത്യാശയും നമ്മുടെ സ്നേഹവും നമ്മുടെ ഇടപെടും പിറുപിറുപ്പില്ലാത്ത ജീവിത ശൈലിയും ഒക്കെ കാണുമ്പോൾ പീപ്പിൾ വിൽ ബി അട്രാക്റ്റഡ് ടു ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യത്തിലേക്ക് ജനം ഓടിക്കൂടുവാനിടയായി തീരും. സ്തോത്രമല്ലേ. അപ്പം നല്ല സാക്ഷ്യമുള്ളവരായിരിക്കണം. ഇനിയും ബർന്നബാസിന്റെ ഒരു ഗുണം കൂടെ ഉണ്ട്. അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായത്തിന്റെ 37-38 വാക്യത്തിൽ കുപ്രോസുകാരനായ ലേവ്യനായ ജോസഫ് എന്ന് മറുപേരുള്ള ബർന്നബാസ് തനിക്കുള്ളതെല്ലാം വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കെ കൊണ്ടുവന്ന്
അത് ഞാൻ പറയുന്നില്ല. ഇപ്പൊ തൽക്കാലം ആരും ഒന്നും മിക്കവാറൊന്നും പോകണ്ട, തൽക്കാലം അവിടെ ഇരിക്കട്ടെ. ഉള്ളത് ഇപ്പൊ പിടിച്ചു പോയി, അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോൾ പറയാം. അപ്പം ഇപ്പൊ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അടുത്ത 4ാമതൊരു ഗ്രൂപ്പ് ദൈവസഭയ്ക്ക് അകത്ത് വേണം. അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായത്തിന്റെ 32-ാം വാക്യം. പത്രോസ് എല്ലായിടത്തും സഞ്ചരിക്കയിൽ ചുറ്റി സഞ്ചരിച്ച് സുവിശേഷം അറിയിക്കുന്ന സുവിശേഷകന്മാർ ദൈവസഭയ്ക്കകത്ത് വേണം. Hallelujah. We don't want to be saturated and centrally focused സഭയായി മാറല്ലേ. ഈ സഭയെക്കുറിച്ചുള്ള ഞാൻ വന്നപ്പോൾ തൊട്ട് എനിക്ക് ലഭിച്ച നല്ല റിപ്പോർട്ടുകൾക്കായി സ്തോത്രം. സുവിശേഷത്തിന്റെ വേലയിൽ നിങ്ങൾ കൊടുക്കുന്ന കൈത്താങ്ങ് സ്തോത്രം, അതിനെ ഞാൻ അഭിനന്ദിക്കുന്നത്. കാരണം ഞങ്ങളുടെ ചർച്ച ഏകദേശം 165 മിഷൻ ഫീൽഡുകളുണ്ട്. ഇന്ത്യയിലുണ്ട്, പാകിസ്ഥാനിലുണ്ട്, അൻഡമാൻസിലുണ്ട്. അടുത്ത മാസം തൊട്ട് 6 ആഴ്ചത്തേക്ക് നോർത്ത് ഇന്ത്യയുടെ 8 സ്റ്റേറ്റുകളിൽ ഞാൻ യാത്ര ചെയ്യുന്നുണ്ട്. സുവിശേഷത്തിന്റെ വ്യാപ്തിയാണ് ദൈവസഭയുടെ വളർച്ചയെന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ആളിനേക്കാൾ കൂടുതൽ പുറത്തൊരു കൂട്ടം ആത്മാക്കളുണ്ടെന്ന് പറയാൻ ഇടയായിത്തീരണം. സഭയുടെ എണ്ണം തീരുമാനിക്കുന്നത് അകത്ത് പായ്ക്കകത്തിരിക്കുന്ന ചേറിലിരിക്കുന്ന എണ്ണമല്ല, ഇതിന് പുറത്ത് നമുക്കൊരു കൂട്ടം ആടുകളുണ്ട്, ആത്മാക്കളുടെ ഒരു കൂട്ടമല്ലിയ കാണണം. ഇവിടെ പറയുന്നത് പത്രോസ് ചുറ്റി സഞ്ചരിച്ച് സുവിശേഷിക്കുന്ന സുവിശേഷകന്മാർ. നാട്ടിലൊക്കെ വെക്കേഷനൊക്കെ പോകുമ്പോൾ അറിയാം, ധൃതി വെച്ച് ഇവിടുത്തെ കാലത്ത് ഓടിച്ചെല്ലുന്നത് അല്ലെ. എന്നാലും ഒരു മിഷൻ ഫീൽഡിലെങ്കിലും നിങ്ങൾ പോകണം. വേണമെങ്കിൽ നിങ്ങളില്ലല്ലോ, ഒരു കുഴപ്പമൊന്നുമില്ല. ഈ വീഗാലാൻഡിൽ പോകുന്ന പോലെ തന്നെ നാഗാലാൻഡിൽ പോകുന്നതും. അതുകൊണ്ട് ഒന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് വല്ലപ്പോഴും കുഞ്ഞുങ്ങളെയൊക്കെ കൈക്ക് പിടിച്ചുകൊണ്ടൊക്കെ ഒന്ന് പോകുന്നത് നല്ലതാണ്. കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് കാണട്ടെ. അല്ലല്ലേ, സുവിശേഷത്തിന്റെ വലിയ സ്വാതന്ത്ര്യമുള്ള കേരളത്തിൽ പോകണമെങ്കിൽ നിർബന്ധമില്ല. ഞാൻ കേരളത്തിൽ അധികം പോകാറില്ല, കേരളത്തിൽ. എന്നാൽ നിങ്ങൾ കഴിയുമെങ്കിൽ ഒരു മിഷണറി എങ്കിലും സന്ദർശിക്കണം. ഹല്ലേലൂയ. നോർത്ത് ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ സുവിശേഷം ഒത്തിരി പണമൊന്നും വേണം. അടുത്ത് വിശദീകരിക്കും. നമ്മൾ വിചാരിച്ചിരിക്കുന്ന മിഷൻ പ്രവർത്തനം ചെയ്യാൻ വേണ്ടി ഒത്തിരി പൈസ വേണമെന്നാണ്. നമ്മൾ പിന്നെ അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുക ഇപ്പോൾ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാവിലെ ഈ സന്ദേശം പറയാൻ എനിക്ക് നിയോഗമുള്ളത് പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ദൂത്. ഹല്ലേലൂയ. സഞ്ചരിച്ച് ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകന്മാർ സുവിശേഷ ആത്മാവുള്ളവരായിരിക്കണം വിശ്വാസികൾ. നിങ്ങളെ രക്ഷിച്ച രക്ഷാനായകനെ കുറിച്ച് ഒരു വാക്കെങ്കിലും അതരം തുറന്ന് പറയുവാനുള്ള ആത്മാവിന്റെ കരുത്ത് പ്രാപിക്കണം. ഇനി അതുകൊണ്ട് നോർത്ത് ഇന്ത്യ പോകണമെന്ന് ഞാൻ പറഞ്ഞില്ല. ഹല്ലേലൂയ. നിങ്ങളുടെ ചുറ്റുപാടുകളിൽ തന്നെ കൂടെ ജോലി ചെയ്യുന്നവരോട് തന്നെ ഷെയർ യുവർ ലവ് ആൻഡ് യുവർ സാൽവേഷൻ വിത്ത് ജീസസ്. അല്ലെങ്കിൽ അവരോട് സംസാരിക്കണം. യേശുവിൽ കൂടെ നിങ്ങൾക്ക് കിട്ടിയ രക്ഷയെക്കുറിച്ച് സംസാരിക്കണം. ആരെങ്കിലും നമ്മുടെ പിതാക്കന്മാരോടോ നമ്മോടോ നമ്മുടെ ഹല്ലേലൂയ പിതാമഹന്മാരോടോ സുവിശേഷം പറഞ്ഞിട്ടാണല്ലോ നമ്മൾ ഈ കൃപയിലേക്ക് വന്നത്. ഹല്ലേലൂയ. അനേകം മിഷണറിമാർ തങ്ങളുടെ ജീവിത സൗകര്യങ്ങളൊക്കെ ത്യജിച്ചിട്ട് ഭാരതത്തിന്റെ മണ്ണിലും കേരളത്തിലും വന്നിട്ട് നമ്മോട് ഹല്ലേലൂയ നമ്മുടെ സംസ്കാരത്തോട് ഇടപഴകി നമ്മുടെ ഭാഷ പഠിച്ചതുകൊണ്ടല്ലേ നാം ഇന്ന് സുവിശേഷത്തിന്റെ വെളിച്ചത്തിലേക്ക് വന്നതെങ്കിൽ നമ്മുടെ തലമുറയിൽ ഇത് കൈമാറുവാൻ നാം തയ്യാറാകണം. യേശുവിനെ കുറിച്ച് പറയുന്ന ഒരു ത്വര, ഒരു ചിന്ത അകത്ത് എപ്പോഴും ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. യു ആർ ട്രാവലിംഗ്, യു ആർ ഗോയിങ് അറൗണ്ട്, യു ആർ വാക്കിംഗ് അറൗണ്ട്. ഇവിടെ പൗലോസ് ചുറ്റി സഞ്ചരിച്ച പോലെ ഞാൻ സഭയുടെ വലിയ നേതാവാണെന്നും പറഞ്ഞുകൊണ്ട് പൗലോസ് യെരുശലേമിലെ സിംഹാസനത്തിൽ സ്ഥാപിച്ചിട്ട് ഓഫീസിൽ ഹല്ലേലൂയ ഇരുന്ന വ്യക്തിയൊന്നുമല്ല. ഐ എം ഫ്രം ബാംഗ്ലൂർ സിറ്റി ഞാൻ കടന്നു വരുന്നത്. മെഗാ ചർച്ചുകളുടെ ബഹളമാണ്. എന്റെ ബ്രദറിനെ ഉൾപ്പെടെ എല്ലാ 5000, 10000, 20000, 30,000 വിശ്വാസമുള്ള സഭയാണ്. പാസ്റ്ററെ കാണണമെങ്കിൽ ഹല്ലേലൂയ 3 മാസമൊക്കെ മുമ്പേ അപ്പോയിന്റ്മെന്റ് എടുക്കണം. അതിനെക്കാട്ടും നല്ലത് പനിക്ക് വരുമ്പോൾ ഡോക്ടറെ അടുത്ത് പോകുന്നു. പാസ്റ്റർക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടണമെങ്കിൽ എത്ര നാൾ വേണം? 3. നമ്മുടെ പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടെന്നേ. ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ നേതാക്കന്മാരെയൊക്കെ കാണണമെങ്കിൽ എന്തോ വേണം? അപ്പോയിന്റ്മെന്റ് എടുക്കണം എന്നൊക്കെ പറഞ്ഞ് നല്ല കാര്യങ്ങളാണ്. തിരക്കിനെ നിൽക്കുന്ന കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞു വരുന്ന സന്ദേശമല്ലേ, യു ഷുഡ് ബി അപ്രോച്ചബിൾ ടു ദ പീപ്പിൾ. പത്രോസ് നേതാവാണ്. യെരുശലേം സഭയുടെ 5000 പേരുള്ള സഭയുടെ പാസ്റ്റർ. അല്ലല്ലേ, 1-ാം നൂറ്റാണ്ട് ആദ്യമേ 3000, പിന്നെ 5000 വർദ്ധിച്ചു, പിന്നെ സഭ എണ്ണത്തിൽ പെരുകി. പക്ഷേ അപ്പോഴും സുവിശേഷകനകത്തുണ്ടായിരുന്നു. ഏത് വലിയ ജോലി, ഏത് വലിയ സ്ഥാനം, ഏത് വലിയ മഹത്വം കിട്ടിയാലും, എത്ര ധനം കുമിഞ്ഞു കൂടിയാലും ഒരു കുഴപ്പമില്ല. പക്ഷേ അകത്തെ സുവിശേഷകൻ മരിക്കരുത്, അകത്തെ സുവിശേഷകൻ മരിക്കരുത്. കാരണം അന്ത്രയോസ് ഞാൻ യേശുവിനെ കണ്ടുവെന്ന് പറഞ്ഞ് തന്റെ വീട്ടിൽ നിന്ന് പത്രോസിനെ കൊണ്ടുവന്നത് കൊണ്ടാ ദൈവസഭയ്ക്ക് കരുത്തുള്ള ഒരു അപ്പോസ്തലനെ കിട്ടിയത്. നെവർ ഫോർഗെറ്റ് ടു ഷെയർ ദ ഗോസ്പൽ വിത്ത് യുവർ ബ്രദേഴ്സ്. നിങ്ങളുടെ സഹോദരങ്ങളോട് നിങ്ങൾ അനുഭവിച്ച ആത്മസന്തോഷം പറയാൻ മടിക്കരുത്. ഹല്ലേലൂയ. നിങ്ങൾ പറയണം. ജോലി പറഞ്ഞിട്ട് അവരിപ്പോൾ രക്ഷിക്കപ്പെടണം, സ്ഥാനപ്പെടണം എന്നൊന്നും വലിയ നിർബന്ധമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ അറിഞ്ഞ സത്യം മൂടി വെക്കരുത്. നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ യേശുവിന്റെ സ്നേഹം ജീവിതത്തിൽ കൊണ്ടും ശുശ്രൂഷ കൊണ്ടും നിങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കണം. പത്രോസിനെ പോലുള്ളവരെ ദൈവസഭയ്ക്കകത്ത് വേണം. ഹല്ലേലൂയ. കാലിൽ തീ വന്നതുപോലെ സുവിശേഷത്തിന്റെ ആത്മാവോടെ ഓടിയാൽ ഈ കുവൈറ്റിൽ തന്നെ ചിലരെയൊക്കെ നേടാൻ ദൈവം നിങ്ങളെ സഹായിക്കും. ഹല്ലേലൂയ. അടുത്ത 50 വർഷത്തൊന്നും ഞാൻ പറയുന്നില്ല, അടുത്ത 5 വർഷം കർത്താവ് വരാൻ താമസിച്ചാൽ ഇതിന്റെ എണ്ണം ഇരട്ടിയാകണമെന്ന് എത്ര പേർക്ക് സ്വപ്നമുണ്ട്? ഗോഡ് ഈസ് ഗോയിങ് ടു ഡു ദാറ്റ്. ദൈവം അത് ചെയ്യാൻ പോവുകയാണെന്ന്.
ദൈവം അത് ചെയ്യുമല്ലേ. സർവീസുകളല്ലേ പല സമയം വെച്ച് ഒന്നിനു പുറകെ ഒന്നായി പല സർവീസുകൾ പല സമയത്ത് പല ഭാഷകളിൽ നടത്തത്തക്കവണ്ണം ദൈവസഭയ്ക്ക് പരിശുദ്ധാത്മാവിന്റെ നിയോഗം കൈമാറുമ്പോൾ ഇന്ന് പകൽക്കാലം ആത്മാവിൽ സ്വീകരിച്ചുകൊണ്ട് അതിന് ഞാൻ ആവോളം അധ്വാനിക്കും, എന്റെ കണ്ണുനീര് പൊഴിക്കും, വിയർപ്പൊഴുക്കും, പോകും, പറയുമെന്ന് പറയുവാൻ ചിലർ സമർപ്പണമുള്ളവരെ ദൈവസഭയ്ക്ക് വേണം. അടുത്ത ഗ്രൂപ്പ് എന്ന് പറയുന്നത് 36 മുതൽ 9-ാം അധ്യായത്തിന് 36 മുതൽ 42 വരെ അവിടെ ഒരു തബീദയെ കാണുന്നുണ്ട്. വി നീഡ് എ സർട്ടൻ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ലൈക്ക് തബീദയെ വളരെ വേണം അല്ലേ. എന്തിനാണെന്നറിയാമോ? സൽപ്രവൃത്തി ചെയ്യാൻ വേണ്ടി. ഹല്ലേലൂയ. ചാരിറ്റി വർക്ക്, നമുക്കറിയാം ചാരിറ്റി വർക്ക്. ഇനി അടുത്ത ഈ 50 വർഷത്തെ ഹല്ലേലൂയ നമ്മുടെ സഭകളൊക്കെ ചെയ്യുന്നത്, ഇനി ഇവിടെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഭാരമുള്ള ജോലി തരുമല്ല, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. 50 വർഷമാകുമ്പോൾ 50 വീട് വെച്ച് കൊടുത്തു, ഈ പാസ് വന്നിട്ട് ആകെ ബെനക്കേടാക്കിയിട്ട് പോകണമെന്ന് പറയല്ലേ. 50 പെൺകുഞ്ഞുങ്ങളെ കെട്ടിച്ചു. ഞാൻ അതിന് എഗനിസ്റ്റാണ്. കാരണം പെൺകുഞ്ഞുങ്ങളെ കെട്ടി സ്ത്രീധനം കൊടുക്കുന്നത് ഞാൻ എഗനിസ്റ്റാണ്. ഞാൻ വാങ്ങിച്ചിട്ടില്ല, അതിനെ കൊടുക്കുന്നതിന് എഗനിസ്റ്റാണ്. പക്ഷെ ആ ചിലവൊക്കെ നടത്തുന്നതിന് കുഴപ്പമൊന്നും ഇല്ല. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് എന്തോ പ്രോജക്റ്റ് ഒക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കും. നല്ല നിങ്ങളുടെ മുഖം ഇരിപ്പൊക്കെ കണ്ടാൽ എനിക്ക് അറിയാം. കാരണം ആ ചിരിയൊക്കെ കണ്ടിട്ട് തോന്നുന്നുണ്ട് എന്തൊക്കെ പരിപാടി അകത്തൂടെ ഒപ്പിച്ച് എടുത്തിട്ടുണ്ടായിരിക്കും. വൈകിട്ടായിരിക്കും ചിലപ്പോൾ പാസ് പറയുന്നത്, എനിക്ക് അറിയത്തില്ല. എനിവേ എന്തൊക്കെ അകത്തൂടെ ഒക്കെ പോകുന്നുണ്ട്, അതെനിക്ക് നന്നായിട്ട് മനസ്സിലായി, നിങ്ങളുടെ സന്തോഷം കണ്ടിട്ട്. എനിവേ ഇവിടെ പറഞ്ഞു വന്നത്, ഈ ചാരിറ്റി വർക്ക് ചെയ്യാൻ വേണ്ടി എന്തോ വലിയ പണം വേണമെന്ന് ആൾക്കാരുടെ വിചാരം. ഈ അമേരിക്കയിലുള്ളവർ വലിയ പൊങ്ങച്ചാലുള്ളവരാന്ന് നിങ്ങൾക്ക് അറിയാലോ. ഒരു സൈക്കിൾ കൊടുക്കാൻ വേണ്ടി $3000 ടിക്കറ്റ് എടുത്ത് നാട്ടിൽ വരും. ഞാൻ കണ്ടിട്ടുണ്ടെന്നേ. ഒരു സൈക്കിൾ കൊടുക്കാൻ വേണ്ടി നാട്ടിൽ എവിടെങ്ങാനും വയനാട്ടിലോ കൽപ്പറ്റയിലൊക്കെ ഒരു സൈക്കിൾ 2 സൈക്കിൾ കൊടുക്കാൻ വേണ്ടി 4 പേര് $3000 ടിക്കറ്റ് എടുത്തു വരും. ഞാൻ പറയേണ്ട സഹോദരന്മാരെ, നിങ്ങൾ അതുകൂടെ ചേർത്തിരുന്നു 10 സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കുക. ഞാൻ പറയാം, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, അതുപോലെ നമ്മൾ അതിന്റെ പുറകെ പോകണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, തബീദയോട് ചോദിക്കൂ, സഹോദരി, വാട്ട് ഈസ് യുവർ ഇൻവെസ്റ്റ്മെന്റ് ടു റീച്ച് ദ പീപ്പിൾ? ഒരു സൂചി ഒരു നൂലും മതി. ഒരു സൂചി ഒരു നൂലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സമൂഹത്തെ സ്വാധീനിക്കാം. ഹല്ലേലൂയ. അവൾ ജീവിച്ചിരുന്നപ്പോൾ തയ്ച്ചു കൊടുത്ത കുപ്പായങ്ങൾ പിടിച്ചുകൊണ്ടാണ് അവളുടെ മരണസമയത്ത് വിധവമാർ നിലവിളിച്ചത്. വിത്ത് യുവർ മിനിമം ഇൻവെസ്റ്റ്മെന്റ് യു ക്യാൻ റീച്ച് ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ. ഞാൻ ദൈവദാസനോട് കഴിഞ്ഞ ദിവസം ജോസഫ് ബ്രദറിനോട് ഷെയർ ചെയ്യായിരുന്നു. ഞങ്ങളുടെ ചർച്ചയിൽ ചെയ്യുന്നത് അങ്ങനെയൊക്കെയാണ്. ഒരു ആടിനെ വാങ്ങിച്ചാൽ കൊടുക്കുന്ന ഒരാൾക്ക്, അതുകൊണ്ട് അവരത് ഉപജീവന മാർഗമായി മാറുകയാണ്. നമ്മൾ കൊണ്ടുവന്ന് കാശ് കൊടുത്താലോ 10,000 കൊടുത്താലോ 50,000 കൊടുത്താലോ ഒന്നും കണക്ക് കാണത്തില്ല. കഴിഞ്ഞ വർഷം 100 250 ആടിനെ വാങ്ങിച്ചു കൊടുക്കാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പറയും, സ്കിപ്പ് എ കോഫി ആൻഡ് ഗിവ് മീ ദാറ്റ് മണി വെൻ ഐ സേ ദാറ്റ് ദേ ആർ ഏബിൾ ടു ഡു ദാറ്റ്. ഒരു മാസം ഒരു കാപ്പി വേണ്ടാന്ന് വെച്ചാൽ തന്നെ $5 $50 പിള്ളേർ കൊണ്ടുതരും. ഞാൻ പറഞ്ഞത് അങ്ങനെയാണ് സുവിശേഷ വില. അല്ല നമ്മൾ ഈ വലിയ ഫണ്ട് റൈസിംഗ് നടത്തി പണം കൂട്ടിയിട്ട് കോടികളുടെ അല്ലെങ്കിൽ 50 ലക്ഷത്തിന്റെ കൺവെൻഷൻ, 500 കോടിയുടെ കൺവെൻഷൻ ഒന്നും അല്ല നമുക്ക് വേണ്ടത് നിന്റെ കൈ കൊണ്ട് തുന്നാവുന്ന തരത്തിലുള്ള കൊച്ചു ഉടുപ്പുകൾ കൊടുക്കുന്ന പോലെ തന്നെ ഒരു ഷർട്ട് വാങ്ങിച്ചു കൊടുക്കുവാൻ, ഒരു കൊച്ചു കൂരയ്ക്ക് ഒരു ഓടിട്ട് കൊടുക്കുവാൻ ദൈവസഭ ഈ വർഷക്കാലം വിത്ത് യുവർ മിനിമം ഇൻകം യു വിൽ ബി ഏബിൾ ടു റീച്ച് മെനി പീപ്പിൾ. അല്ലല്ലേ, കൈപ്പിടിയിൽ ഒതുക്കുന്ന കാര്യങ്ങൾ കൊണ്ട് ആയിരങ്ങളുടെ കണ്ണുനീരൊപ്പാമെന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്. അതായിരിക്കട്ടെ ദൈവസഭയുടെ ലക്ഷ്യം. അല്ലല്ലിയ, ആരംഭത്തിലെ ദൈവസഭ സഭയിലെ വിധവമാർക്ക് ആഹാരം കൊടുക്കുന്നതാണ് തുടങ്ങിയത്. അതൊക്കെ തുടങ്ങിയാണ്ട് ദൈവസഭയുടെ വളർച്ച എന്നൊക്കെ പറയുന്നത് യു ക്യാൻ റീച്ച് ഹൺഡ്രഡ്സ് ഓഫ് ചിൽഡ്രൻ. എവിടെങ്കിലും ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താട്ട് ദൈവസഭയ്ക്കകത്ത് അല്ലല്ലിയ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ദൈവസഭയുടെ വരുമാനം അനുസരിച്ച്, ദൈവസഭയുടെ ചിട്ട അനുസരിച്ച് ഭാരതത്തിന്റെ മണ്ണിലാട്ടുള്ള നമുക്ക് ഉത്സാഹം എന്തെങ്കിലുമൊക്കെ ഒരു സ്ഥാപനങ്ങളൊക്കെ കെട്ടിപ്പൊക്കാൻ സഭ തയ്യാറാകണം. ദൈവസഭയുടെ പേരിലല്ല ഒരു എന്തെങ്കിലും ഒരു വൊക്കേഷണൽ ട്രെയിനിങ് സ്കൂളുകളോ, ഒരു ചെറിയൊരു ടൈലറിംഗ് സ്കൂളോ, അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് സെന്റേഴ്സുകളോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കൊച്ചു കാര്യങ്ങൾ ദൈവസഭയുടെ പേരിലല്ല. നിങ്ങൾ മണ്ണ് വിട്ടുപോയാലും നിങ്ങളെ ഓർത്ത് കരയുന്ന ഒരു കൂട്ടം വിധവമാർ. ഹല്ലേലൂയ. തബീദയെ ജീവനോടെ ഉയർപ്പിച്ച് മടക്കി കൊടുത്തതിന്റെ കാരണം ഈ വിധവമാരുടെ കണ്ണുനീരിനും അതിന്റെ പിന്നിൽ പ്രാപ്തി ഉണ്ടായിരുന്നു. അത് ഇന്ന് പകൽക്കാലം ഞാൻ ഈ ദൂത് പറയുന്നത് ഹല്ലേലൂയ, ദൈവസഭ സാമൂഹിക പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിലേക്ക് കടന്നു വരണം. ദൈവസഭയുടെ വളർച്ചയുടെ മറ്റൊരു ഘടകമാണത്. സ്തോത്രം. ഹല്ലേലൂയ. അടുത്തൊന്നും കൂടെ പറഞ്ഞ് ഞാൻ വേഗം അവസാനിപ്പിക്കേണ്ട സമയം തീരാറായി. ഹല്ലേലൂയ. 6ാമതൊരു ഗ്രൂപ്പ്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? ഉണ്ടല്ലോ. ഈ നമ്മൾക്ക് 1ാമത്തെ പോയിന്റ് പറയുമ്പോൾ 7 പറയുമ്പോൾ 1ാമത്തെ ഒക്കെ അങ്ങ് മറന്നുപോകും. അതുകൊണ്ട് ഇനി ഞാൻ 7 തിരിച്ചു പോകാൻ പോവുകയാണ്. 1ാമത്തെ വാട്ട് കൈൻഡ് ഓഫ് പീപ്പിൾ വി നീഡ് ഇൻ ദ ചർച്ച്? 1, ദർശനമുള്ള, ഉറക്കെ പറഞ്ഞാട്ട് പ്രാർത്ഥിക്കുന്ന, ദൈവശബ്ദം കേൾക്കുന്ന. ഹല്ലേലൂയ. അനന്യാസേ എന്ന് വിളിക്കുമ്പോൾ അല്ലേ കർത്താവ് ഇച്ചിരി തിരക്കിലാണല്ലോ, അടുത്ത ആഴ്ച വരാമെന്ന് പറയുന്നല്ല, വിളിച്ച ഉടനെ ചെയ്യണം. ഈ നമ്മുടെ ചെവി എന്ന് പറഞ്ഞ ടഫ് ഓർഗൻ. ഹൗ മെനി ഓഫ് യുവർ ഇയേഴ്സ്? എത്ര പേർക്ക് ചെവിയുണ്ട്? ക്യാൻ യു ഹോൾഡ് യുവർ ഇയർ? ഓക്കെ, ഇതല്ല ചെവി. ഇത് കണ്ണാടി വെക്കാനും സാറന്മാർക്ക് തിരിക്കാനൊക്കെയാണ്. ഇത് ഈ പുറമേ കാണുന്ന സാധനം അല്ല ചെവി. ചെവിക്കൊക്കെ തിരിക്കുന്നത് അല്ലേ? ചെവി എന്ന് പറഞ്ഞാൽ അകത്തിരിക്കുന്ന ഇയർ ഡ്രമ്മാണ്, അകത്തിരിക്കുന്ന സാധനം. പുറത്തൊരു ഫാഷന് വേണ്ടി ദൈവം വെച്ചതേക്കണം. കാണുമ്പോൾ കണ്ണാടി നോക്കുമ്പോൾ വൃത്തിയായിട്ട് ഇരിക്കട്ടെ എന്ന് ഓർത്തുകൊണ്ട് ഈ പുറത്ത് 2 സാധനം ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ്. പക്ഷെ ഇതിനകത്ത് ഒരു സാധനമുണ്ട്, ഇയർ ഡ്രം എന്ന് പറയുന്നത്. ഇത് ഭയങ്കര സാധനമാണ്. സയൻസ് പറയുന്നത് ഇറ്റ് ക്യാൻ റെക്കഗ്നൈസ് വേരിയസ് 15,000 വേരിയസ് സൗണ്ട്സ്. 15,000 ശബ്ദങ്ങളെ തരം തിരിച്ചറിയാനുള്ള കഴിവ് എന്തിനുണ്ട്? ചെവിക്കുണ്ടെന്ന്. രാത്രി 12 മണിക്ക് ഒരു ഫോൺ വരുന്നു. നിങ്ങൾ സ്ക്രീനിന്റെ ഡിസ്പ്ലേ നോക്കിയില്ല, നമ്പർ നോക്കിയില്ല, അയ്യോ ചിന്നമ്മയല്ലേ, അതെങ്ങനെ അറിഞ്ഞ്? സൗണ്ട് കേൾക്കുമ്പോഴേ അറിയാം ആരാ.
വിളിച്ചതെന്ന്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ, സ്ക്രീനെ നോക്കാതെ നമ്പർ നോക്കാതെ എത്ര പേരുടെ ശബ്ദം നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും? നമ്മൾ ഈ പേര് നോക്കുമ്പോഴല്ല ഇപ്പൊ എടുക്കണ്ടെന്ന് പറയുന്നത്. കാരണം അപ്പം നമുക്കറിയാമല്ലോ, സൗണ്ട് കേട്ടോണ്ട് നമുക്കറിയാം എത്ര പേരുടെ ശബ്ദം അറിയാം അല്ലെ. ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ, ഈ പട്ടി കുരയ്ക്കുന്നതും ഭർത്താവ് സംസാരിക്കുന്ന ഒരുപോലെ ആയിരുന്നെങ്കിൽ, അതുപോലുള്ളവരൊക്കെ ഉണ്ട് അല്ലെ. ഈ പശു അമറുന്നതും ഭാര്യ വിളിക്കുന്ന ഒരുപോലെ ആയിരുന്നെങ്കിലോ, ഈ കാക്ക ചിലയ്ക്കുന്നതും പിള്ളേർ കരയുന്നതും ഒരുപോലെ ആയിരുന്നെങ്കിലോ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അറിയാം, പോകുന്ന വണ്ടിയുടെ ബ്രാൻഡ് പറയുമല്ലോ സൗണ്ട് കേട്ടിട്ട് നാട്ടിലുള്ള പിള്ളേർ അല്ലെ. ഒരു കീബോർഡിന്റെ കീ തെറ്റിയ പാട്ടുകാർക്ക് അറിയാൻ പറ്റും. ഇത് ചെവിക്കകത്ത് ഈ സംവിധാനമൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ 100 കണക്കിന് പക്ഷികളുടെ ശബ്ദം, 100 കണക്കിന് വാഹനങ്ങളുടെ ശബ്ദം, മ്യൂസിക്കിന്റെ ശബ്ദം, ആൾക്കാരുടെ ശബ്ദം തരംതിരിച്ചറിയാവുന്ന സംവിധാനം ഈ ചെവിക്കകത്തുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, ദൈവശബ്ദം തിരിച്ചറിയുന്ന ഒരു സെല്ല് ഇതിനകത്തുണ്ട്. ദൈവശബ്ദം വേർതിരിച്ചറിയുന്ന ഒരു ശബ്ദം ഇതിനകത്ത് തരം തിരിച്ചറിയുന്ന ഒരു സിസ്റ്റം ഇതിനകത്തുണ്ടെന്നേ. അതുകൊണ്ടല്ലേ അബ്രഹാമേ എന്ന് വിളിക്കുമ്പോൾ ആയിരക്കണക്കിന് ആടുകളുടെ അലർച്ചയും ആടുകളുടെ ഒച്ചയും ദാസന്മാരുടെ ഒക്കെ ശബ്ദമുള്ള വീട്ടിൽ അടിയൻ ഇതാ എന്ന് പറയണമെങ്കിൽ ദൈവശബ്ദം തിരിച്ചറിയുന്ന കാതവനുണ്ടായിരുന്നു. ഹല്ലേലൂയ. ശമൂവേലിനെ വിളിക്കുമ്പോൾ അടിയനിത എന്ന് പറയണമെങ്കിൽ ആ ശബ്ദം തിരിച്ചറിയുന്ന ഒരു സംവിധാനമുണ്ട്. ജീവിതത്തിന്റെ 100 തിരക്കുകളുടെ നടുവിലും ദൈവശബ്ദം തിരിച്ചറിയുന്ന ഒരു ചെവി നിങ്ങൾക്ക് വേണം. അങ്ങനെയുള്ള ദർശനമുള്ള അനന്യാസ്മാർ. 2, ആരാ വേണ്ടത്? മേൽക്കുമേൽ ശക്തി പ്രാപിക്കുന്ന ആത്മനിറവിൽ ദൈവസഭയിൽ ശുശ്രൂഷിക്കുന്ന, പാടുന്ന, പ്രാർത്ഥിക്കുന്ന അഭിഷിക്തന്മാരുടെ ഗണം സഭയ്ക്കകത്ത് വർദ്ധിച്ചു വരണം. 3, കൂട്ടായ്മയുടെ വലങ്കനം കൊടുത്ത് മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് ജീവിതം കൊണ്ടും ശുശ്രൂഷ കൊണ്ടും ആകർഷിക്കുന്ന ബർന്നബാസുമാർ, സമർപ്പണമുള്ള, വിശ്വാസമുള്ള, ആത്മനിറവുള്ള ബർന്നബാസുമാർ സഭയിൽ വേണം. 4, ചുറ്റി സഞ്ചരിച്ച് പ്രസംഗിക്കുന്ന സുവിശേഷ ആത്മാവുള്ള, കാലുകൾ തീ കൊണ്ടുവന്നതുപോലെ ഓടി നടന്ന് ആത്മാക്കളെ നേടുന്ന ശുശ്രൂഷകന്മാർ, സുവിശേഷകർ ദൈവസഭയ്ക്കകത്ത് വേണം. അടുത്ത ഗ്രൂപ്പ് ഹല്ലേലൂയ, സൽപ്രവർത്തിക്കായി അല്ലെങ്കിൽ ഞങ്ങളുടെ ചെറിയ വരുമാനം കൊണ്ട് അല്ലെ, ഫണ്ട് റൈസ് ഒക്കെ ചെയ്തിട്ട് വലിയ ഫണ്ട് അല്ലല്ല, വിത്ത് യുവർ മിനിമം ഇഫ് യു സ്കിപ്പ് 1 meal യു ക്യാൻ സപ്പോർട്ട് 3 people വിത്ത് 1 time meal. ഒരു നേരത്തെ ആഹാരം വേണ്ട എന്ന് വെച്ചാൽ നാട്ടിലൊക്കെ 20 ദിവസം ഉപവാസപാതനം ഇരിക്കും. ഞാൻ ഞങ്ങളുടെ ചർച്ച പറയും, ഉപവാസം ഇരിക്കുകയാണെങ്കിൽ മര്യാദ ഇരുന്നു, അല്ലെ ഒരു നിർബന്ധമില്ല. പക്ഷെ ഉപവാസം ഇരുന്ന ഉപവാസത്തിന്റെ പൈസ മിഷൻ ബോഡി കൊണ്ട് കൊടുത്തേക്കണം. അതുകൊണ്ട് എന്തെങ്കിലും കൊണ്ടുപോകണം. ഏതാ പാട്ടും പാടത്തില്ല, കണ്ണടയ്ക്ക് തീരെ സ്വത്രം പറയത്തില്ല, സ്വത്രാഴ്ച നടത്തില്ല. എന്നാൽ പിന്നെ ആഹാരം കഴിക്കാൻ ഞാൻ $10 കൊണ്ട് സഭയിലിട്ട് കഴിഞ്ഞാൽ 10 പേർക്ക് ഫുഡ് വാങ്ങിച്ച് അങ്ങനെങ്കിലും ഒരു നേട്ടം ഉണ്ടാകട്ടെന്നേ. നിങ്ങൾ ഉപവസിച്ചാൽ അല്ല, അതുകൊണ്ട് എന്താ നേടി? ഒരു ഉപവാസം കൊണ്ട് നമ്മൾ എന്തൊക്കെ നേട്ടം ഉണ്ടായിരുന്നു? ആത്മീയനുഗ്രഹം അവിടെ നിൽക്കട്ടെ, അത് കിട്ടും അവിടെ അല്ലല്ല. അത്ര നേരം കഞ്ഞിയും കറിയും വീട്ടിൽ വെക്കണ്ട, കഴിച്ചതിന്റെ പൈസ ലാഭമായി, പിന്നെ രുചി പോരാന്ന് പറഞ്ഞ ഭർത്താവിന്റെ വഴക്കും കേൾക്കണ്ട. അതുകൊണ്ട് അങ്ങനെ ഒരു ഗുണം ഉണ്ടായല്ലോ. അപ്പൊ ആ സമാധാനത്തിന്റെ പേരിൽ അതെങ്കിലും ദൈവസഭയെ കൊണ്ട് കൊടുക്ക്. 10 പേരുടെ ഉദരപൂർണത്തിന് അത് കാരണമായി തീരും. ഒടുവിലായി ഹല്ലേലൂയ സ്തോത്രം ഞാൻ പറഞ്ഞു നിർത്താൻ പോകുന്നത്. സ്തോത്രം ഹല്ലേലൂയ അതിന്റെ 43-ാം വാക്യം വായിച്ച് അവസാനിപ്പിച്ചോട്ടെ. പത്രോസ് ഷീമോൻ അല്ലെങ്കിൽ പോയി വേറൊരു ഷീമോന്റെ വീട്ടിൽ താമസിക്കാൻ പോയി. അപ്പൊ ഒരു വീട്ടിൽ 2 ഷീമോന്മാർ അല്ല. ഒന്നാമത്തെ ഷീമോൻ എന്താ ജോലി? സൈമൺ ദ ടാനർ, തോൽ ഊറക്കിടുന്ന പരിപാടിയാണ്, തമ്പേറിന്റെ പരിപാടിയാണ്. നമ്മുടെ കുമ്പനാടൊക്കെ തമ്പേറുണ്ട്. പുള്ളിനെ പശുവിന്റെ മൃഗത്തിന്റെ ഒക്കെ തോലെടുത്തിട്ട് അത് ഊറക്കിട്ട് വൃത്തികെട്ട നാറ്റമൊക്കെ ഉണ്ട് ഉണക്കിയിട്ട് രോമം എല്ലാം കളഞ്ഞിട്ട് പോളിഷ് ചെയ്തിട്ട് അല്ലെങ്കിൽ തമ്പേറുണ്ടാക്കുന്ന പരിപാടി ആർക്ക്? ഒരു ഷീമോന്. മറ്റേ ഷീമോനോ മുക്കുവനായ ശിവശേട്ടൻ. പക്ഷെ 2 കൂട്ടർക്ക് ഒരുമിച്ച് താമസിക്കാൻ പറ്റുന്നേ. അതാ ദൈവസഭയുടെ ഗുണം എന്ന് പറഞ്ഞു. Simon the tanner and Simon the fisherman or the preacher can stay together. That's the unity of the church. ദൈവസഭയുടെ വളർച്ചയെന്ന് പറയുന്നത് അല്ലെ സാഹചര്യ വ്യത്യാസമില്ലാതെ, ഭാഷാ വ്യത്യാസമില്ലാതെ, അല്ലെ വർണ്ണ വ്യത്യാസമില്ലാതെ we grow in together for unity. ഒരുമിച്ച് ക്രിസ്തുവിന് വേണ്ടി ഐക്യതയിൽ വളരുന്നതാണ് ദൈവസഭയുടെ വളർച്ച. ഇന്ന് പകൽക്കാലിലെ കണ്ണു അടച്ചാട്ട്. Church is a unified body regardless of your caste, creed, age, language barrier. You need to grow together in unity for Christ. ക്രിസ്തുവിന് വേണ്ടി സ്നേഹത്തിൽ ഐക്യതയിൽ വളരണം. ഹല്ലേലൂയ. അഭിപ്രായ വ്യത്യാസങ്ങളും ആകുല ചിന്തകളെയും പുറകോട്ട് വലിച്ചെറിഞ്ഞിട്ട് അടുത്ത ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ നയിക്കുന്നത് പോലെ സഭ ഐക്യതയോടെ വളരണം. ഹല്ലേലൂയ. വരുമാനത്തിന്റെ അന്തരങ്ങൾ സഭയ്ക്കകത്ത് പാടില്ല. വസ്ത്രധാരണത്തിന്റെ വ്യത്യാസങ്ങൾ സഭയിൽ പാടില്ല. കുടുംബ ശ്രേഷ്ഠതയുടെ മഹിമകൾ സഭയ്ക്കകത്ത് പാടില്ല. അല്ലെ ചെറിയവനെന്നോ വലിയവനെന്നോ സഭയ്ക്കകത്ത് വേറൊരു പാടില്ല. ആരാ മിടുക്കൻ, ആരാ ഹല്ലേലൂയ ബോഷൻ, ഈ തരംതിരിവ് വേണ്ട. നാം എല്ലാം ഒരപ്പത്തിന്റെ അവകാശികളാണ്. കാരണം ഇന്ന് കാണുന്ന പ്രതിസന്ധികൾക്കും വേദനകൾക്കും അപ്പുറത്ത് നമ്മെക്കുറിച്ച് ദൈവത്തിനൊരു വലിയ പദ്ധതിയുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എല്ലാവരും ഇത് കണ്ണടച്ച് സമർപ്പിച്ചാണ്. ഇപ്പൊ പറയും, പാസ്റ്റർ ഈ രാജ്യത്ത് കടന്നു വന്ന് ജോലിക്ക് വേണ്ടി ഞാൻ അലയുകയാണ്. പക്ഷെ ദൈവദാസി ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയാം, നീ അറിയാത്ത ദിവസം തന്നെ നിന്റെ ഭാരം ദൈവം എടുത്തു മാറ്റും.
ചോദിച്ചു നോക്കിയാട്ട്, നാളെ ഇവിടുന്ന് കയറ്റിവിടുമെന്ന് പറഞ്ഞവർ 30 വർഷമായി, 25 വർഷമായി, 50 വർഷമായി ഈ പട്ടണത്തിലുണ്ട്. ഹല്ലേലൂയ. ഗോഡ് ഈസ് ഏബിൾ ടു മേക്ക് ആൻ ഓവർ റൈറ്റിംഗ്. ചില തിരുത്തുകൾ നടത്തുവാൻ, തിരുത്തി എഴുതുവാൻ. അല്ലെ, രാജാവിന്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കിയിരിക്കുന്നു. തനിക്ക് ഇഷ്ടമുള്ള വഴിക്ക് അവൻ തിരിച്ചുവിടുന്നു. ഇന്ന് പകൽക്കാലം ആർക്കൊക്കെയോ വേണ്ടി നീ സഭയ്ക്ക് വേണ്ടി അധ്വാനിച്ചാൽ, ദൈവരാജ്യത്തിനു വേണ്ടി, ദൈവസഭയുടെ കെട്ടുപണിക്ക് വലങ്കരം കൊടുത്താൽ, നിന്റെ വലങ്കരം പിടിക്കുന്ന ഒരുവനുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് കാണുന്ന വേദനയും ഇന്ന് കാണുന്ന ശോധനയും ഒക്കെ വിലയുള്ളതാണെന്ന് തിരിച്ചറിയണം. ഈ കട്ടതയുടെ നടുവിലാണ് ഇന്ന് വരെ കാണാത്ത ക്രിസ്ത്യ ജീവിതത്തിന്റെ പ്രതിഫലനങ്ങൾ നിങ്ങൾ കാഴ്ചവെക്കേണ്ടത്. സഭ ഐക്യതയോടെ നിൽക്കൂ, സഭ ആത്മീയത്തിൽ മുന്നേറൂ. ഹല്ലേലൂയ. നമ്മുടെ കഷ്ടതയ്ക്കൊക്കെ ഒരു അറുതിയുണ്ട് ദൈവമക്കൾ. ഇന്നുള്ള ശോധന നൽകുന്ന വേദന, ഇന്നുള്ള ശോധന നൽകുന്ന വേദന, വിഷമമുള്ളതെങ്കിലും വിലയുണ്ടതിനു പൊന്നിലും, വിഷമമുള്ളതെങ്കിലും വിലയുണ്ടതിനു പൊന്നിലും, വിശ്വസിച്ചാശ്വസി ആനന്ദിക്കും ഞാൻ സദാ, വിശ്വസിച്ചാശ്വസി ആനന്ദിക്കും ഞാൻ സദാ. അനാദിനാഥനേശു എന്താനം, ഓ അന്യനാ ഭൂവിലെന്ന ധന്യനാ ഞാൻ ക്രിസ്തുവിൽ സദാ, അന്യനാ